പാസ്റ്റർ कभी भी बॉम्ब फोड़ सकते हैं करके ഞാൻ 2 ദിവസം മുന്നേ തൊട്ട് ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഒരു പക്ഷേ മുമ്പ് വരെ. അതിൻ്റെ മുന്ന് വരെ ഇങ്ങനെ ചിന്തിച്ചു, ഒരു പക്ഷേ പാസ്റ്റർ എന്നെ വിളിക്കുമായിരിക്കും. എല്ലാവർക്കും जैसे एक एक लोग को चांस मिल रहा था तो शायद बोल सकते हैं करके ऐसे मन में था, लेकिन 2 दिन के बाद अभी लास्ट 2 डेज़ में ऐसा लगा कि अब नहीं आ सकती, क्योंकि ये लास्ट 2 डेज़ बहुत क्रूशियल टाइम है. अभी तो कंक्लूडिंग फेस में हम लोग आ रहे, तो पास्टर वो मेन मैसेजेस लेंगे, तो कम्प्लीटली आउट ऑफ जोन में हम लोग चले गए थे. ഇങ്ങനെ സഭയിലുള്ള ഓരോരുത്തർക്കും ഇങ്ങനെ ചാൻസ് കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു എനിക്കും ഒരു പക്ഷേ കിട്ടും. ഈ പ്രാർത്ഥനയുടെ അവസാനത്തെ രണ്ട് ദിവസം മുന്നേ വരെ എനിക്കങ്ങനെ തോന്നി. പിന്നെ എനിക്കിങ്ങനെ തോന്നി ഒരു പക്ഷേ ഇനിയും കിട്ടാൻ ചാൻസ് ഇല്ല, ബിക്കോസ് ഇനി കൺക്ലൂഡിങ് സെഷൻസ് ആണല്ലോ. അപ്പോൾ അന്നേരം പാസ്റ്റർ ഒരു വലിയൊരു മെസ്സേജൊക്കെ എടുത്ത് അത് കൺക്ലൂഡ് ചെയ്യുമായിരിക്കും. अब इसलिए मुझे लगा कि बिल्कुल हो नहीं सकता, लेकिन आज कल पास्टर ने एक कॉमन कॉल दिया, लेकिन हम उठ नहीं पाए. उसके लिए मुझे बहुत बुरा लगा था कि पास्टर ने जब कहा कि पास्टर ऑलरेडी हम लोग ऐसा प्रचार करके रखे हैं कि दावीद के वीर लोगों के बारे में, जैसे ही दावीद बोलते तो वीर लोग चले जाते हैं. तो बुरा लगा मुझे कि जब पास्टर ने कॉल दिया तो कोई वीर उठ नहीं पाए. അങ്ങനെ പാസ്റ്റർ ഇങ്ങനെ പൊതുവായിട്ട് എല്ലാവർക്കും ഒരു ഇൻവിറ്റേഷൻ കൊടുത്തു, ആരെങ്കിലും വന്ന് ഇങ്ങനെ പ്രസംഗിക്കാം. പക്ഷെ അങ്ങനെ ആരും എഴുന്നേറ്റില്ല. എനിക്ക് വളരെ ദുഃഖമുണ്ട്. പാസ്റ്റർ ഇങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞ കാര്യം ദാവീദിൻ്റെ വീരന്മാരെ കുറിച്ചാണ്. ദാവീദ് ഒരു വാക്ക് ഇങ്ങനെ പറയുമ്പോൾ വീരന്മാരെല്ലാവരും എഴുന്നേക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ സഭയിൽ അങ്ങനെ ഈ വീരന്മാർ എഴുന്നേറ്റില്ല ആ സമയത്ത്. तो मैंने घर पे जाके एक्चुअली माफ़ी मांगा परमेश्वर से. ഞാൻ അങ്ങനെ വീട്ടിൽ ചെന്ന് കർത്താവിനോട് വളരെ സോറി പറഞ്ഞു. पता नहीं मुझे क्या परमेश्वर की योजना में है. मैं विश्वास करती हूँ कि आज दोपहर को पास्टर अंकल ने वापस से हम लोग से कहा कि मैसेज लेना. എനിക്കറിയത്തില്ല കർത്താവിൻ്റെ പദ്ധതിയിൽ എന്തോ ആണ്. പക്ഷേ ഇന്ന് പാസ്റ്റർ ഒരു പ്രാവശ്യം കൂടെ ഉച്ചയ്ക്ക് ഓർപ്പിച്ചപ്പോൾ ഞാൻ അതിന് റെഡിയായി. तो हम थोड़ी देर वचन से ज़्यादा कुछ तो बोलना नहीं चाहते, ഇങ്ങനെ വചനത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. लेकिन कुछ दिन पहले हम लोग 1000 आवर प्रेयर करके बैठे थे. कुछ दिन ऑलमोस्ट 50 दिन तक, 50 से 55 दिन तक हम सिर्फ प्रार्थना के लिए बैठे थे. कुछ दिन हम कुछ लोग मिलकर ഞങ്ങളിങ്ങനെ കുറേ പേര് ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഒരു 1000 മണിക്കൂറിൻ്റെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. तो उसमें हम लोग ने कुछ पाया था. ആ സമയത്ത് എനിക്ക് ചിലത് പ്രാപിക്കാൻ അവസരം കിട്ടി. तो जो परमेश्वर की अगुवाई के अनुसार, അങ്ങനെ കർത്താവിൻ്റെ ഒരു ഗൈഡൻസിൻ്റെ പ്രകാരം उसमें से कुछ बातें मैं आज आप लोग को शेयर करके देना चाहती हूँ. കുറേ വാക്കുകൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ वचन ആഗ്രഹിക്കുന്നു. में से हमने बहुत सीखा इतने 20 दिनों में. ഈ 20 ദിവസം വചനത്തിൽ കൂടെ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ पेट സാധിച്ചു. हमारा भरा है. നമ്മുടെ വയറ് വളരെ നിറഞ്ഞിരിക്കുകയാണ്. जब खाना खा के पेट भर जाते हैं, ഇങ്ങനെ കഴിച്ച് നമ്മുടെ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ फिर लास्ट में क्या बचता है खाने के लिए? फिर स्वाद लगता तो नहीं है. പിന്നെ കഴിക്കാൻ നമുക്ക് വലിയ പ്രത്യേകിച്ച് അപ്പറ്റൈറ്റ് കാണത്തില്ല. അന്നേരം फिर എന്തോ चाहिए तो കഴിക്കുന്നു. डिजर्ट. हाँ, स्वीट्स. फिर हम चाहिए तो एक डेजर्ट उसके ऊपर ले सकते हैं, स्वीट ले सकते हैं. अगर ज़्यादा खा लिया तो डाइजेशन के लिए एक मोइतो पियेंगे तो भी अच्छा रहेगा. അപ്പോൾ അങ്ങനെ ആ സമയത്ത് നമ്മൾ എന്തോ ചെയ്യുന്നു വെച്ചാൽ ഒരു പക്ഷേ ഒരു ഡെസേർട്ട് അല്ലെങ്കിൽ മധുരമായിട്ടുള്ള എന്തെങ്കിലും വസ്തു കഴിക്കും. അല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് എന്തെങ്കിലും ഈ ആസിഡിറ്റിക്ക് വേണ്ടിയുള്ള ചില മൊയ്ത്തോ അങ്ങനത്തെ ടൈപ്പ് എന്തെങ്കിലും ലെമൺ ജ്യൂസ് ഒക്കെ കുടിക്കുമായിരിക്കും. अब डाइजेस्ट हो जाता है. അപ്പോൾ അങ്ങനെ ദഹനത്തിന് അത് നല്ലതാണ്. तो वैसे ही एक छोटी सी बात मैं आपके सामने आज रखना चाहती हूँ. അങ്ങനെ ഒരു ചെറിയ കാര്യം നിങ്ങളുടെ മുന്നിൽ ഞാൻ വെക്കുവാൻ एक ആഗ്രഹിക്കുന്നു. वचन हम पढ़ेंगे उसके लिए. एफिसियंस चैप्टर 1 वर्स लास्ट के 3 आयत അങ്ങനെ അതിനു വേണ്ടി 20 से लेकर എഫെസ്യർ 1:20 മുതൽ കുറേ വാക്യങ്ങൾ നമുക്ക് വായിക്കാം. एफिसियंस चैप्टर 1 नहीं चलेगा. एफिसियंस चैप्टर 1 हाँ बेटर എഫെഷ്യൻസ് 1 चैप्टर 1 वर्स 20 से 20, 21, 22 लास्ट के 3 वर्सेस. അവസാനത്തെ 3 വാക്യങ്ങൾ. जो उसने मसीह के विषय में किया कि उसको मरे हुओं में से जिलाकर स्वर्गीय स्थानों में अपनी दाहिनी ओर सब प्रकार की प्रधानता और अधिकार और सामर्थ और प्रभुता के और हर एक नाम के ऊपर जो न केवल इस लोक में पर आने वाले लोक में भी दिया जाएगा बैठाया, और सब कुछ उसके पांव तले कर दिया, और उसे सब वस्तुओं पर शिरोमणि ठहराकर कलीसिया को दे दिया. यह उसकी देह है और उसी की परिपूर्णता है जो सब में सब कुछ पूर्ण करता है. एफिसियों की पत्री मेरा फेवरेट एक बुक है. ഈ എഫിഷ്യൻസിൻ്റെ എപ്പിസോഡിൻ്റെ ഒരു ഫേവറേറ്റ് എപ്പിസോഡാണ്. पास्टर ने कई बार बोला है कि एफिसियों की पत्री को पत्रियों की रानी कहा गया है.
പാസ്റ്റർ ഇങ്ങനെ പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. അത് എഫിസൽസിന്റെ ഒരു റാണിയാണ്. बहुत बहुत सुंदर है, इसमें बहुत सारी प्रॉमिस है, बहुत सुंदर सुंदर बातें हमें बताया गया है. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ വാക്കുകൾ उसमें से हम अभी जो मनन कर रहे थे स्पिरिचुअल वारफेयर टॉपिक पे एफिसियंस 6 में से हमने मनन किया. पास ने ऑलरेडी हमें समझा दिए. ഈ കുറേ ദിവസങ്ങളായി നമ്മൾ സ്പിരിച്വൽ വാർഫെയറിനെ കുറിച്ച് 6-ാം അധ്യായം തൊട്ട് നമ്മൾ ചിന്തിച്ചു വരുവാണ്. उसके पहले आयत में ही हमारी बुलाहट के बारे में कहा गया है. അതിന്റെ ആദ്യത്തെ വേഴ്സിൽ തന്നെ നമ്മുടെ വിളിച്ച വിളിയെ കുറിച്ചാണ്. पास्टर ने इन एक्चुअली इस हफ्तों से हमने हमारी कलीसिया में विश्वास करती हूँ कि जैसे पास्टर हमको समझा रहे थे, हम वो स्पिरिचुअल वारफेयर के लिए हम तैयार हो रहे थे, हम प्रैक्टिस कर रहे थे. അങ്ങനെ പാസ്റ്റർ നമ്മളോട് അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സ്പിരിച്വൽ വാർഫെയറിന് വേണ്ടി റെഡി मुझे नहीं ആയിക്കൊണ്ടിരിക്കുകയാണ്. पता आप लोग में कितने लोग ने किया रहेगा, मैं तो कर रही थी. എനിക്കറിയത്തില്ല നിങ്ങളിൽ എത്ര പേര് അത് ചെയ്തു, പക്ഷെ ഞാൻ അത് पास्टर हमको ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. स्टेप बाय स्टेप समझा रहे थे, करवा रहे थे हमसे. പാസ്റ്റർ ഇങ്ങനെ പടിപടിയായി നമ്മളെ एक एक പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. चीज हम जा के धीरे धीरे से करने लगे ना. पहले हमारा इंडिविजुअल का बताया पास्टर ने, वो राजाओं को मारने का, इंडिविजुअली कैसे हमें जीतना है, फिर हमें परिवार में कैसे जीतना है, फिर बाहर कैसे जीतना है. एक एक स्टेप पास्टर हमको अपने स्पिरिचुअल वारफेयर कैसे करना है सिखा रहे थे. അങ്ങനെ പാസ്റ്റർ നമ്മളെ പല ഇങ്ങനെ സ്റ്റെപ്സ് ആയിട്ടാണ് പഠിപ്പിച്ചത്. ആദ്യം നമ്മൾ പേഴ്സണലി എങ്ങനെയാണ് വാർഫെയർ ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, പിന്നെ ചർച്ചായിട്ട്, പിന്നെ വെളിയിറങ്ങി എങ്ങനെ യുദ്ധം ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. पास्टर हमसे ये भी कहा था कि एक चर्च की बढ़ोतरी के लिए स्पिरिचुअल वारफेयर बहुत ज़रूरी है. പാസ്റ്റർ ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ചു कि നമ്മുടെ ചർച്ചിന്റെ ഒരു ഗ്രോത്തിന് വേണ്ടി സ്പിരിച്വൽ വാർഫെയർ വളരെ അത്യാവശ്യമാണ്. तो उसका सारा चीज़ पास्टर ने हमको बता दिया. അങ്ങനെ പല കാര്യങ്ങൾ പാസ്റ്റർ നമ്മളെ പഠിപ്പിച്ചു. एक्चुअली ये जो वीक था मेरे लिए ये जो मैसेज बहुत मेरा इंडिविजुअली मेरे लिए पर्सनली ये फास्टिंग प्रेयर बहुत आशीष का कारण था. എനിക്ക് വേണ്ടി പ്രത്യേക രീതിയിൽ ഈ ഫാസ്റ്റിംഗ് പ്രേയർ വളരെ അനുഗ്രഹമായിട്ട് തീർന്നു. क्योंकि ये महीना मैं इमोशनली बहुत पैक्ड अप थी, इमोशन से भरा हुआ था, मैं इमोशन से भरी हुई थी. പ്രത്യേക രീതിയിൽ ഞാൻ ഇമോഷണലി വളരെ ഇങ്ങനെ ലോഡഡ് ആയിരുന്നു. आप അതുകൊണ്ട് लोग पता नहीं कितने लोगों ने एक्सपीरियंस किया रहेगा, जब हम इमोशन से भरे रहते हैं तो आत्मा की बातों को हम आइडेंटिफाई करना मुश्किल हो जाती है. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഒരു പക്ഷേ നമ്മൾ വളരെയധികം ഇമോഷണലി ലോഡഡ് ആണെങ്കിൽ ആ സമയത്ത് നമുക്ക് സ്പിരിച്വൽ കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ ഒരു പക്ഷേ നമുക്ക് പിടികിട്ടാൻ സാധിക്കത്തില്ല. मुझे लगा थोड़ा चिल मोड में जाना सही रहेगा. അപ്പം ഞാൻ അങ്ങനെ ഓർത്തു നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് ഫ്രീ ആയിട്ട് ഇങ്ങനെ പോകുന്നത് നല്ലതാണ്. जब रोने का मन किया मैं रोई, കരയാൻ ആഗ്രഹം വന്നപ്പോൾ കരഞ്ഞു, जब हंसने का मन किया हंसा, ചിരിക്കാൻ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ചിരിച്ചു. जब एंजॉयमेंट करने का मन किया तो मैंने अपने टीम के साथ, फ्रेंड्स के साथ, वो भी हुआ बीच में. അങ്ങനെ എനിക്ക് ഇച്ചിരി എൻജോയ് ചെയ്യാൻ ഇങ്ങനെ തോന്നിയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സും ടീമുമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. सब एक फ्री तरीके से मैं अपने आप को पवित्र आत्मा के साथ छोड़ दी, लेकिन साथ ही साथ में पवित्र आत्मा की उपस्थिति को महसूस कर रही थी. അങ്ങനെ ഞാൻ വളരെ ഫ്രീ ആയിട്ട് എന്നെ തന്നെ വിട്ടുകൊടുത്തു. പക്ഷെ അതേ സമയത്ത് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ലീഡിങ്ങിലായിരുന്നു എല്ലാം സമയം. रीड करती थी, വചനം പഠിക്കുമായിരുന്നു. लेकिन उसमें से रिसीव करने के लिए मैं उतनी कॉन्फिडेंट नहीं थी, क्योंकि मैंने कहा मैं इमोशनली बहुत लोडेड थी. ആ സമയത്ത് പക്ഷേ വായിക്കുമെങ്കിലും അതെൻ്റെ ഹൃദയത്തിൽ അത്രയും ഞാൻ അത് ഏറ്റെടുക്കത്തില്ലായിരുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞ കൂട്ട് ഞാൻ വളരെ ഇമോഷണലി ഇങ്ങനെ ലോഡഡ് ആയിരുന്നു. പക്ഷേ परमेश्वर इतना महान है. പക്ഷേ കർത്താവ് നമ്മുടെ ഇത്രയും ഗ്രേറ്റ് ആണ്. हमारे पास्ट संगल के बारे में आप सबको ये एक्सपीरियंस होगा, जो हम घर पे बोलते हैं, जो हम वचन रीड करके आते हैं, वो सारा पैराग्राफ, मैंने पास्टर को बोला नहीं अभी तक, वो सारा चैप्टर्स, वो सारा पैराग्राफ्स पास्टर यहाँ पे कवर किए हैं. നമ്മുടെ സഭയെക്കുറിച്ച് ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട്. നമ്മൾ വീട്ടിൽ സംസാരിക്കുന്നത്, അത് പഠിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ സഭയിൽ വരുമ്പോൾ പാസ്റ്ററിന്റെ ത്രൂ നമുക്ക് മെസ്സേജിൽ കൂടെ ലഭിക്കുന്നതാണ്. वैसा मुझे आत्मा मुझसे बात करने लग रहा था. അങ്ങനെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. तो इन दिनों में हम एक आत्मिक युद्ध में इन्वॉल्व है. ഈ ദിവസങ്ങളിൽ നമ്മളൊരു സ്പിരിച്വൽ വാർഫെയറിൽ ആയിരിക്കുകയാണ്. इस आयत में हमने क्या पढ़ा? ഈ ഒരു വേഴ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? कलीसिया को परमेश्वर ने क्या दिया है? ചർച്ചിന്, സഭയ്ക്ക് ദൈവം എന്തുവാണ് കൊടുത്തിരിക്കുന്നത്? आप लोग में से कितने लोगों ने इस वचन को लेकर मनन किया होगा? എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേര് ഇത് മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. मेरा बहुत फेवरेट वर्स है ये. ഇത് പക്ഷേ എനിക്കൊരു ഫേവറേറ്റ് വേഴ്സ് ആണ്. कलीसिया को परमेश्वर ने कुछ दिया, वो लिखा है ना यहाँ पे. लास्ट सेंटेंस क्या था कि वो कलीसिया को दे दिया है, ऐसा लिखा है लास्ट में. അങ്ങനെ അവസാനത്തെ വാക്യത്തിൽ സഭയ്ക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് എന്നാണ് അവിടെ क्या എഴുതിയിരിക്കുന്നത്. है वो? यीशु मसीह को എന്താണ് അത്? യേശുക്രിസ്തുവിന് मरे हुए में से जिलाकर മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് उसको स्वर्ग में ആ സ്വർഗത്തിൽ पिता के दाहिनी ओर बिठाकर പിതാവിന്റെ റൈറ്റ് സൈഡിൽ उसको शिरोमणि ठहराकर, शिरोमणि में सर, हेड, അവനെ ഹെഡാക്കി
और वो उस यीशु मसीह को ആ യേശു ക്രിസ്തുവിനെ जो कलीसिया है ആ ചർച്ചിന്റെ उस कलीसिया को दे दिया। അങ്ങനെ ചർച്ചിന് കൊടുത്തു. आप समझ रहे हो? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? मसीह को ये संसार पर यीशु मसीह उतर आया था ഈ ലോകത്തിൽ യേശു ക്രിസ്തു ഇറങ്ങി വന്നു. और यहाँ पर वो मारा गया ഇവിടെ തന്നെ മരിച്ചു കൊല്ലപ്പെട്ടു. और उसको परमेश्वर की आत्मा ने उठाया। അങ്ങനെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. पिता के बाजू में बिठाया, അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പിതാവിന്റെ റൈറ്റ് സൈഡിൽ എഴുതി. कलीसिया का सर बनाया। അങ്ങനെ ചർച്ചിന്റെ അല്ലെങ്കിൽ സഭയുടെ ഒരു ഹെഡ് ആക്കി മാറ്റി, അല്ലെങ്കിൽ തലയാക്കി മാറ്റി. जब हेड बनाया यूं ही नहीं बनाया, അങ്ങനെ ഹെഡ് അല്ലെങ്കിൽ തലയാക്കിയപ്പോൾ വെറുതെ അല്ല ആക്കിയത്, प्रधानों और शासकों का अधिकारी ठहराया। അങ്ങനെ വാഴ്ചകളുടെ അധികാരത്തിന്റെ മണ്ടയ്ക്ക് ചെന്ന് ഇരുത്തി. ये मैं आपको वचन से बोल रही हूँ, जो वचन में 3 आयत पढ़ा है ना, मैं उसमें से बोल रही हूँ। आप एक बार और चाहिए तो रीड कर लो, बार बार वचन की ओर देख रहे हो आप लोग। ഇത് ഞാൻ എൻ്റെ വാക്കുകളല്ല പറയുന്നത്, ഇത് അവിടെ എഴുതിയിട്ടുണ്ട്. നമ്മളിപ്പം വായിച്ച് एक बार और उसको जोर से पढ़ेंगे। ഒരു പ്രാവശ്യം കൂടെ ഒരാൾ വായിക്കുക. जो उसने मसीह के विषय में किया कि उसको मरे हुए में से जिलाकर स्वर्गीय स्थानों में अपनी दाहिनी ओर सब प्रकार की प्रधानता और अधिकार और सामर्थ और प्रभुता के और हर एक नाम के ऊपर, जो न केवल इस लोक में पर आने वाले लोक में भी लिया जाएगा, बैठाया। समझ और रहे हो? सब कुछ हाँ चलेगा, समझ रहे हो ना आप लोग? तो यीशु को यूं ही नहीं बिठाया, कैसे बिठाया है? सारी प्रधानताएं, सारी अधिकारों, सब नामों में ऊंचा नाम दिया उसको, है ना? उसको फिर कलीसिया का हेड बनाया और वहां पर स्वर्गीय स्थानों पर बिठाया। समझ रहे हो? और कलीसिया को यीशु मसीह को दे दिया वो। हाँ ठीक है। हाँ, അങ്ങനെ യേശു ക്രിസ്തുവിനെ വെറുതെ അല്ല എഴുതിയിരിക്കുന്ന എല്ലാ വാഴ്ചകളും അധികാരം എല്ലാം അതോറിറ്റിയുടെ മേലെ കൊണ്ട് വെച്ചിട്ട് എല്ലാം നാമത്തിന് മേലായ നാമമാക്കി സഭയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. और चैप्टर 2 में जब आते हैं, एफिसियंस 2 में, രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ आप पढ़ने की जरूरत नहीं है, 2 का 16 बाद में जाके घर पर पढ़िए। 2:16 പിന്നെ വീട്ടിൽ ചെന്ന് വായിക്കുക. वहाँ पर ऐसा लिखा है कि यीशु मसीह जब पुनरुत्थान हुआ, उठा लिया गया, യേശു ക്രിസ്തു അവിടെ 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചോ, साथ ही साथ में हमें भी उठाया गया है। അതുപോലെ തന്നെ നമ്മളെയും റിസറക്ട് ചെയ്തു. आप विश्वास करते ना, उद्धार प्राप्त किया, बपतिस्मा, जब डूबकी बपतिस्मा लेते तो क्या होता है? हमारा डेथ होता है और हम नया जीवन प्राप्त करके हम उठते हैं, पुनरुत्थान की शक्ति को प्राप्त करते हैं। നമുക്കറിയാമല്ലോ, നമ്മൾ സ്നാനപ്പെട്ട ആ വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നമ്മളും ആ സെയിം കാര്യങ്ങളാണ്. നമ്മൾ മരിച്ചു, പിന്നെ നമ്മളും ഉയർത്തെഴുന്നേറ്റ് വരുവാണ്. तो एफिसियंस 2 की 16 पर कहा गया है कि हमें भी क्या किया है? उठाया है। किसके साथ? मसीह के साथ। അങ്ങനെ എഫിഷ്യൻസ് 2:16 പറയുന്നത് നമ്മളെയും ക്രിസ്തുവിന്റെ കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. उठा के हमें भी यीशु के साथ पिता के दाहिनी ओर बिठाया। അതുപോലെ നമ്മളെയും യേശു ക്രിസ്തുവിന്റെ കൂടെ പിതാവിന്റെ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുകയാണ്. He has made us sit together, मतलब यीशु के seated, यीशु के साथ में हमें बिठाया है। ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കൂടെ നമ്മളെ എടുത്തിരിക്കുകയാണ്. तो समझो ना हमारा पोजीशन क्या है? അപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ നമ്മുടെ പൊസിഷൻ, സ്ഥാനം എന്തുവാണ്? कल हमने कुछ मुन अंकल से हेवनली प्लेसेस में हमारा रखा हुआ चीजों के बारे में सुना। वो मेरे कंफर्मेशन था एक्चुअली कि मुझे ये मैसेज आज यहाँ पर लेना है। അങ്ങനെ നമ്മൾ ഇന്നലെ കൊച്ചുമോൻ ബ്രദറിൽ കൂടെ കേട്ടു, സ്വർഗീയ സ്ഥാനങ്ങളിൽ നമുക്ക് എന്തോ ലഭിച്ചിരിക്കുന്നത്. അത് എനിക്കൊരു കൺഫർമേഷനായി മാറി. क्योंकि कल जब पास्टर कॉल दे रहे थे तो कुछ मुन अंकल जब मैसेज दे रहे थे तो मैं यूं ही मेरा स्क्रॉल कर रही थी, मेरा नोट्स में स्क्रॉल कर रही थी। അങ്ങനെ പാസ്റ്റ് ഇങ്ങനെ ഇന്നലെ ഓൾട്ടർ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കൊച്ചുമോൻ ബ്രദർ കൂടെ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ നോട്ട്സിൽ കൂടെ ഇങ്ങനെ ഒന്ന് കഴ്സറി ചെക്ക് ചെയ്യുമായിരുന്നു. हेवनली प्लेसेस का ये नोट ओपन किया, ഞാനിങ്ങനെ ഹെവൻലി പ്ലേസസ് അല്ലെങ്കിൽ സ്വർഗീയ സ്ഥാനങ്ങൾ എന്നുള്ള നോട്ടിലേക്ക് ഞാൻ കടന്നപ്പോൾ सेम टाइम पे वहाँ पे कुछ मुन अंकल हेवनली प्लेसेस पे रखा हुआ 5 चीजों के बारे में उन्होंने कहने स्टार्ट किया। കോയിൻസിഡൻ്റലി ആ സെയിം ടൈം കൊച്ചുമോൻ ബ്രദർ ആ ഹെവൻലി പ്ലേസസിൽ 5 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. तो मुझे कंफर्म है कि आज मुझे ये वचन यहाँ पे मैं बोल सकती हूँ, मुझे कंफर्मेशन मिला। അപ്പൊ എനിക്കൊരു ഉറപ്പ് കിട്ടിക്ക് ഇന്നും ഈ വാക്യം ഇവിടെ സംസാരിക്കണം. तो हमारा पोजीशन ये है, ഇത് നമ്മുടെ പൊസിഷൻ, നമ്മുടെ സ്ഥാനം ഇതാണ്. कहाँ पर बैठे हैं आत्मा की मंडली में? നമ്മൾ സ്വർഗീയ അല്ലെങ്കിൽ ആത്മാവിന്റെ മണ്ഡലത്തിൽ നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത്? हम मसीह के साथ पिता के बाजू पर बैठे हैं। നമ്മൾ ക്രിസ്തുവിന്റെ കൂടെ പിതാവിന്റെ റൈറ്റ് സൈഡ് വലത് ഭാഗത്താണ് और ഇരിക്കുന്നത്. ये केवल 2 घंटा प्रार्थना के समय की बात नहीं है, ഇത് മാത്രം 2 മണിക്കൂർ പ്രാർത്ഥിക്കുമ്പോഴല്ല, 3 घंटा जब कलीसिया में आते तब की बात नहीं है, 3 മണിക്കൂർ സഭയിൽ വരുമ്പോൾ മാത്രമല്ല, जब हम अन्य भाषा बोलते तब की बात नहीं है, അതോ അന്യഭാഷ പറയുമ്പോൾ മാത്രമല്ല, हमारे चलते उठते
നമ്മൾ ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ हम काम करते समय, നമ്മൾ ജോലിയിൽ അകപ്പെട്ടിരിക്കുമ്പോൾ काम करते समय, കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ हर एक चीजों पे ഓരോ കാര്യങ്ങളിൽ हम जब बातों पे घर पर बैठकर डिस्कस करते हैं, നമ്മൾ ഓരോ കാര്യങ്ങൾ വീട്ടിൽ तो अभी സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ भी हमारी आत्मा की मंडली, हमारा स्पिरिट का पोजीशन कहाँ पर है? ആ സമയത്ത് നമ്മുടെ സ്പിരിറ്റിന്റെ പൊസിഷൻ അല്ലെങ്കിൽ സ്ഥാനം എവിടെയാണ്? हम स्वर्गीय मंडली पर बैठे हैं। നമ്മൾ സ്വർഗത്തിലെ മണ്ഡലത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. हमने गीत में कितने लोग गाए कि नया बनाया दया करके गाना गाते हैं ना, मुझे स्वर्गीय स्थानों पे बैठा दिया, बैठा दिया, पास्ट टेंस बैठा दिया। അങ്ങനെ നമ്മൾ ഹിന്ദിയിൽ ഒരു പാട്ട് പാടാറുണ്ട്, നയാ ബനായ ദയാ കർക്കെ और സ്വർഗീയ സ്ഥാനമേ ബിഠാ ദിയ എന്ന് വെച്ചാൽ പാസ്റ്റ് ടെൻസിലാണ് അത് പറയുന്നത്. मतलब हमें बिठा दिया गया है, हम वहाँ पर बैठे हैं। അങ്ങനെ നമ്മൾ ഓൾറെഡി അവിടെ എഴുത്തിയിരിക്കുകയാണ്, നമ്മൾ അവിടെ തന്നെയാണ്. हमारी शरीर की मंडली धरती पर चल रही है, നമ്മുടെ ശരീരത്തിന്റെ മണ്ഡലം ഈ ഭൂമിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. लेकिन उसी समय हम आत्मा में कहाँ पर है? ആ സമയത്ത് അതേ സമയത്ത് നമ്മൾ ആത്മാവിൽ എവിടെയാണ്? तो आप जरा इमेजिन करो, कल्पना करो, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് സങ്കല്പിക്കുക. हमें कहाँ बिठाया है? यीशु के बाजू में, यीशु നമ്മൾ के साथ। നമ്മൾ എവിടെയാണ് എഴുത്തിരിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ കൂടെ. यीशु को कहाँ बिठाया? पिता के पास। യേശുക്രിസ്തുവിനെ എഴുത്തിരിക്കുന്ന പിതാവിന്റെ വലത് ഭാഗത്ത്. आप किस लिमिट तक सोच सकते हैं मुझे पता नहीं। നിങ്ങളുടെ ആ ചിന്തിക്കുന്ന സീമ എന്താണ് എനിക്കറിയത്തില്ല. हम 1000 आवर प्रेयर पे मैंने ये दर्शन में देखा है। ഇങ്ങനെ 1000 hours ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദർശനത്തിൽ അത് കണ്ടു. बाद में इस वचन के गहराई में मुझे जाने हुआ। ഈ ദർശനം കിട്ടിയതിന് ശേഷമാണ് ഞാൻ ഈ വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയത്. लिटरली परमेश्वर कह रहा है कि हाँ बेटा तू इधर खड़ा है, तू इधर खड़ा है, यीशु के पास खड़ा है। അങ്ങനെ കർത്താവ് ദൈവം നമ്മളോട് ഇത് പറയുന്ന മകനെ നിങ്ങൾ ഇവിടെ എന്റെ സൈഡിലാണ് നിൽക്കുന്നത്. वहाँ पर हमारी हर एक बातों का वैल्यू है उसके अंदर। ആ ഓരോ കാര്യങ്ങളിൽ അതിൽ നമുക്ക് ഓരോ കാര്യത്തിൽ വാല്യൂ ഉണ്ട്. उस काउंसिल रूम के अंदर जो परमेश्वर बोलता है वो हम सुन सकते हैं। ആ കൗൺസിൽ കർത്താവിന്റെ കൗൺസിൽ മുറിയിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. काउंसिल रूम के अंदर पिता परमेश्वर जो अपना पुत्र यीशु मसीह से कह रहा है वो हम भी सुन सकते हैं। അങ്ങനെ പിതാവായ ദൈവം തന്റെ പുത്രനോട് പറയുന്ന ഓരോ കാര്യങ്ങൾ നമുക്കും കേൾക്കാൻ സാധിക്കും. वहाँ पर एंजल्स बहुत सारे हैं। അങ്ങനെ വളരെ സ്വർഗീയ ദൂതന്മാർ അവിടെ ഉണ്ട്. जब हम अपना रिक्वेस्ट वहाँ पर रखते हैं ना, നമ്മൾ നമ്മുടെ ഓരോ റിക്വസ്റ്റ് അവിടെ വെക്കുമ്പോൾ परमेश्वर पिता तुरंत एंजल्स को कमांड करते हैं। പിതാവ് അങ്ങനെ തന്റെ സ്വർഗീയ ദൂതന്മാരോട് കമാൻഡ് ചെയ്യുകയാണ്. जैसे हॉस्पिटल्स में एक इमरजेंसी केस आती है, कोड ब्लू होता है या इमरजेंसी केस आती है हॉस्पिटल्स में, ഇങ്ങനെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും എമർജൻസി കേസ് അല്ലെങ്കിൽ ഒരു കോഡ് ബ്ലൂ വരുമ്പോൾ किस प्रकार से डॉक्टर्स, नर्सेज, वहाँ के एच के स्टाफ सब भाग दौड़ में लग जाते हैं उसको बचाने के लिए। അങ്ങനെ ഡോക്ടേഴ്സ് നഴ്സസ് വളരെ അധികം ഇങ്ങനെ വ്യാപൃതരായ ആ ഒരു കാര്യത്തിന് വേണ്ടി ഓടുന്ന കൂട്ട് एक्सपीरियंस होगा ना, बहुत रश होता है वहाँ पे, क्योंकि उनके पास ये फ्रैक्शन ऑफ सेकंड्स भी बहुत इंपॉर्टेंट होता है। നമുക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ച് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഓൾറെഡി. നമ്മൾ കാണുമ്പോൾ കോഡ് ബ്ലൂ വിളിക്കുമ്പോഴത്തേക്ക് ആ ഡോക്ടേഴ്സും നഴ്സസും വളരെയധികം റഷിൽ ഇങ്ങനെ ഓടി അവിടെ എത്തുകയാണ്. परमेश्वर ने मुझे दर्शन में वैसा दिखाया है कि കർത്താവ് അങ്ങനെ ദർശനത്തിൽ കൂടെ എന്നെ കാണിച്ചു. अपना एक एप्लीकेशन वहाँ पर देते हैं, जब हम एक रिक्वेस्ट वहाँ पर रखते हैं, കർത്താവിന്റെ മുന്നിൽ നമ്മൾ ഒരു റിക്വസ്റ്റ് സമർപ്പിക്കുമ്പോൾ पिता परमेश्वर जब एंजल्स को कमांड करते हैं, പിതാവ് തന്റെ ഏഞ്ചൽസിനോട് കമാൻഡ് ചെയ്യുമ്പോൾ एंजल्स को कमांड अभी किसने दिया? पिता परमेश्वर ने दिया है। പിതാവാണ് ഏഞ്ചൽസിന് കമാൻഡ് കൊടുത്തിരിക്കുന്നത്. उसको बहुत हड़बड़ी होता है कि वो काम को बहुत जल्दी निपटाना होता है। വലിയ റഷിലാണ്, ഏർജൻസിയിലാണ് ആ കാര്യം സാധിച്ചെടുക്കാൻ ഓടുന്നത്. कैसे तो वो काम को पूरा करना ही होता है। വളരെ എളുപ്പത്തിൽ ആ കാര്യം സാധിച്ചെടുക്കാൻ അവർ ഓട്ടത്തിലാണ്. अभी का ये जो स्मार्ट वर्ल्ड में हम रहते हैं, यहाँ पर बैठ के उधर मैसेज जाता है, उधर बैठ के इधर मैसेज आता है, फ्रैक्शन ऑफ सेकंड्स में इतने सारे काम होते हैं स्मार्ट वर्ल्ड, डिजिटल वर्ल्ड में। ഇങ്ങനെ ഡിജിറ്റൽ വേൾഡിൽ എങ്ങനെയാണ് ഇവിടെ ഇരുന്ന് ഒരാൾ അവിടെ മെസ്സേജ് അയക്കുക, ഈ കൺട്രിയിൽ നിന്ന് ആ കൺട്രിയിൽ മെസ്സേജ് അയക്കുക, അതുപോലെ തന്നെയാണ് സ്വർഗീയ സ്ഥാനങ്ങളിലുള്ള ഓരോ കാര്യങ്ങൾ. वैसे ही स्वर्गीय स्थान के एंजल्स वैसे ही काम करते हैं, उतना ही फ्रैक्शन ऑफ सेकंड्स के अंदर काम होता रहता है। ആ സ്വർഗീയ ദൂതന്മാർ ഈ വലിയ ഒരു റഷിലാണ് അവിടെ ഓരോ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നത്. प्रियो, जिस रात को मुझे ये दर्शन मिला ना, ഈ ഏതൊരു രാത്രിയിലാണ് ഈ ദർശനം എനിക്ക് ലഭിച്ചത്, सोच बदल गई, എന്റെ ചിന്തകൾ ആപ്പാടെ മാറി, चलन बदल गया, എന്റെ നടക്കുന്ന രീതി മാറി, प्रार्थना के सब्जेक्ट्स बदल गए, എന്റെ പ്രാർത്ഥനയുടെ സബ്ജക്ട്സ് വരെ മാറി, मेरे सुनने के तरीके बदल गए। ഞാൻ പല കാര്യങ്ങൾ കേൾക്കുന്നത് ചേഞ്ച് ആയി പോയി. फिर हम सैमी के घर पे बैठ के प्रेयर कर रहे थे, ഞങ്ങൾ സാമി ബ്രദറിന്റെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. वहां से बाहर निकली सुबह में। അവിടുന്ന് ഞാൻ രാവിലെ ഇറങ്ങുമ്പോൾ आपको मजाक लगेगा मुझे पता नहीं,
നിങ്ങൾക്ക് ഒരുപക്ഷെ അതൊരു രസമായിട്ട് തോന്നും. तो मुझे लगा कि मैं कहाँ चल रही हूँ, അന്നേരം എനിക്ക് തോന്നി ഞാൻ എവിടാണ് നടക്കുന്നത്, मैं हेवनली realm में चल रही हूँ. ഞാൻ സ്വർഗീയ സ്ഥാനങ്ങളിലാണ് मैं നടന്നുകൊണ്ടിരിക്കുന്നത്. जो बोलूंगी वो पिता परमेश्वर सुन रहा है. ഞാൻ പറയുന്നത് സ്വർഗീയ പിതാവ് അത് കേട്ടിരിക്കും. मैं जो बोल रही हूँ वो स्वर्गीय पिता वहाँ पे कर रहा है. ഞാൻ പറയുന്നത് അത് സ്വർഗത്തിലെ പിതാവ് അവിടെ ഇരുന്ന് ചെയ്യുകയാണ്. तो मुझे अपने आप पे बहुत एक इन क्राइस्ट इन मसीह वाला प्राउड आने लगा. ആ സമയത്ത് എനിക്ക് വളരെയധികം ഒരു പ്രൈഡ് ഫീൽ ആയി. അയ്യോ ഞാൻ ഒരു ക്രൈസ്റ്റിന്റെ ഒരു अगर आप ये प्रैक्टिस करने लगोगे तो നമ്മൾ ഇത് നമ്മുടെ ഒരു ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യുമ്പോൾ हमें फिर किसी प्रकार की अर्थली चीजों को लेके, धरती की चीजों को लेके हमें कुछ चीज की टेंशन या हमें वो कुछ जीरो लगने लगेगा, वो सब व्यर्थ लगने लगेगा. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഈ ഭൗമിക കാര്യങ്ങൾ വളരെ വ്യർത്ഥമായി തോന്നും. हमारी नजर बदल जाएगी, നമ്മൾ കാണുന്ന രീതി ചേഞ്ച് ആവും, पर्सपेक्टिव बदल जाएगा. നമ്മുടെ ചിന്തകൾ മാറിപ്പോവും. हमें परमेश्वर ने कैसे लेकर गया पता है वहां तक, നമ്മളെ കർത്താവ് ദൈവം എങ്ങനെയാണ് അവിടെ വരെ और കൊണ്ടുപോയത്, क्यों लेके गया पता है. എന്തിനാണ് അവിടെ കൊണ്ടുപോയിരിക്കുന്നത്. हमारा युद्ध अंधकार के मंडलों के साथ है. നമ്മുടെ യുദ്ധം അന്ധകാരത്തിന്റെ മണ്ഡലത്തിലോട് കൂടാണ്. मैं बहुत महीनों तक लाइट वर्सेस डार्कनेस के बारे में पढ़ रही थी. ഞാൻ പല വർഷങ്ങളായി ഈ ലൈറ്റും വളരെ മാസങ്ങളായി ലൈറ്റ് ഡാർക്ക്നെസ് ഇതിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. नितिन हम लोग सब डिस्कस करते, यूथ मीटिंग मैंने कुछ टाइम शेयर भी किया है. ഇങ്ങനെ സാമി നിതിൻ ബ്രദേഴ്സ് ഇവരൊക്കെ നമ്മൾ എല്ലാവരുടെയും കൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. तो ये अंधकार की मंडली ഈ അന്ധകാരത്തിന്റെ മണ്ഡലം, और हम कौन है, നമ്മൾ ആരാണ്, हम कौन है, हम उजियाला है. देखो बोलने के लिए बहुत आसान है. നമ്മൾ വെളിച്ചമാണ്. ഇത് പറയുമ്പോൾ വളരെ ഈസിയാണ്. परमेश्वर ने मुझे एक दिन ऐसा दर्शन दिखाया. കർത്താവ് എന്നെ ഇങ്ങനെ ഒരു ദർശനം मैंने കാണിച്ചു. कहा ना मैं ज्यादातर आज दर्शन शेयर करना चाहती हूँ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ എന്റെ ദർശനമാണ് വചനം ഇവിടെ ഷെയർ बहुत ചെയ്യാൻ सुनते हैं. ട്രൈ ചെയ്യുന്നത്. വചനം നമ്മൾ വളരെയധികം കേട്ടിരിക്കുകയാണ്. मैंने एक बार दर्शन में ऐसा देखा, ഞാൻ ഇങ്ങനെ ദർശനത്തിൽ കൂടെ കണ്ടു, बहुत बड़ा अंधकार, थिक अंधकार. ഇങ്ങനെ വളരെ അധികം അന്ധകാരം ഇങ്ങനെ നിറച്ചിരിക്കുകയാണ്. उसके आगे बहुत दर्शन में उतना कट करके मैं इतना सा भाग आपको बता रही हूँ. ഞാൻ പല കാര്യങ്ങൾ കണ്ടു, പക്ഷെ ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പറയുന്നത്. तो बहुत अंधकार, थिक मतलब क्या छू सकते हैं कैसा अंधकार की मंडली. ഒരു ഇത്രയും വലിയ അന്ധകാരം, നമ്മൾ വളരെ തിക്ക, വളരെ അത് എന്താ പറയുന്നത്, ഒരു തിക്കായിട്ടുള്ള നമുക്ക് തൊടും അതുപോലത്തെ രീതിയിലൊരു അന്ധകാരം. परमेश्वर ने पूछा कि क्या तू उसके अंदर जाने को तैयार है. കർത്താവ് എന്നോട് പറഞ്ഞു, നീ അതിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാണോ. मैं बोलूं मैं कैसे जाऊं उसके अंदर. അപ്പൊ ഞാൻ ദൈവത്തിനോട് പറഞ്ഞു, കർത്താവ് ഞാൻ എങ്ങനെയാണ് അതിനകത്ത് तो പ്രവേശിക്കുന്നത്. इतना डर है, पता चले मैं आधा रास्ते से जाके डर के भाग के वापस आई तो. അന്ധകാരം ഉള്ളതുകൊണ്ട് എനിക്ക് വളരെയധികം ഭീതിയാണ്. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് തിരിച്ചിങ്ങ് വന്നാലോ. मैं आपको सच बताऊं तो ഞാൻ സത്യം പറഞ്ഞാൽ मुझे घर में किचन से लेके बाथरूम तक बिना लाइट का आने में डर लगता है. എനിക്ക് എന്റെ വീട്ടിൽ തന്നെ കിച്ചണിൽ നിന്ന് ബാത്റൂം വരെ ലൈറ്റ് ऐसे ഇല്ലാതെ व्यक्ति को- നടന്നു പോകാൻ വളരെ പേടിയാണ്. ऐसे व्यक्ति को അങ്ങനത്തെ ഒരു വ്യക്തി, परमेश्वर ऐसा दर्शन दे रहा है. അങ്ങനത്തെ ഒരു വ്യക്തിയോടാണ് കർത്താവ് ഈ ദർശനം കാണിക്കുന്നത്. और पहले तो मैं कुछ अगर कुछ हॉरर देख लूंगी तो मैं लीचो को उठाती भी थी पहले. പണ്ടൊക്കെ ഞാൻ ഇങ്ങനെ പേടിക്കുന്ന മൂവീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ലിജോയെ രാത്രി ഇങ്ങനെ ഉണർത്തുമായിരുന്നു. उठा के बोलती मैं जाके आ रही हूँ, जगे रहना. ഞാനൊന്ന് പോയിട്ട് വരാൻ ഉണർന്നിരിക്കുക. गांव में लीचो के घर के बाजू में कब्रिस्तान का एरिया है. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ലിജോ ബ്രദറിന്റെ വീടിന്റെ സൈഡിൽ ഇങ്ങനെ സിമെട്രി ഉണ്ട്. उधर घर से मुझे बाहर निकलना है तो चाहिए. അങ്ങനെ വീട്ടിൽ നിന്ന് വെളി ഇറങ്ങണമെങ്കിൽ എനിക്ക് ലിജോയുടെ ഒരു കമ്പനി, ലിജോ ബ്രദറിന്റെ കമ്പനി വേണം. അങ്ങനത്തെ ഒരു വ്യക്തിയോട് परमेश्वर मुझे इतना बड़ा अंधकार दिखाकर पूछ रहा है, അങ്ങനെ വലിയൊരു അന്ധകാരം കാണിച്ച് കർത്താവ് എന്നോട് जाने को ചോദിക്കാൻ, तैयार है क्या. നീ റെഡിയാണോ അവിടെ मैं പോകാൻ. बोली, परमेश्वर तू है तो मैं जाऊंगी. ഞാൻ പറഞ്ഞു, കർത്താവ് നീ ഉണ്ടെങ്കിൽ ഞാൻ പോകാം. लेकिन पता चला अगर मैं जाने के बाद डर के मारे अगर मैं वापस भाग के आ रही हूँ तो मत भेजना. പക്ഷെ നിനക്കത് ഒരു വിചാരമുണ്ട്, ഞാൻ പോയിട്ട് തിരിച്ച് ഓടി വരും, എന്നാ പിന്നെ എന്നെ അയക്കല്ലേ. आपको पता है परमेश्वर ने कुछ कहा नहीं. കർത്താവിനോട് അന്നേരം ഒന്നും മറുപടി एक പറഞ്ഞില്ല. दर्शन दिखाया परमेश्वर ने मुझे. പിന്നെ ഒരു ദർശനം കാണിച്ചു. उस अंधकार के बीच में से ആ അന്ധകാരത്തിന്റെ നടുവിൽ आपको मैंने कहा कि हम कौन है, ज्योति है. ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു ജ്യോതിയെ, വെളിച്ചമാണ്. प्रतीश ब्रदर ने ये टॉपिक थोड़ा टच किया था गाड़ी का लाइट के बारे में, तब मैं दर्शन को याद किया था. പ്രത്യേകിച്ച് ബ്രദർ ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് ചെറിയ രീതിയിൽ തൊട്ടുപോയി, ആ വണ്ടിയുടെ ലൈറ്റിനെ കുറിച്ച്. അപ്പൊ ഇത് എനിക്ക് ഒന്നുകൂടെ ഓർമ്മ വന്നു. तो मैं परमेश्वर दिखा रहे कि उस अंधकार के बीच में കർത്താവിനെ കാണിച്ചു, ആ അന്ധകാരത്തിന്റെ നടുവിൽ मैं जो हूँ मैं चलने लगी. ഞാൻ നടന്നു और പോകുകയാണ്. जो दृश्य मैंने ऐसा देखा है അന്നേരം കണ്ട ദൃശ്യങ്ങൾ, कि मैं पूरी लाइट हूँ, ഞാൻ കംപ്ലീറ്റ്ലി ഒരു ജ്യോതിയാണ്, बहुत बड़ा लाइट. വലിയൊരു ലൈറ്റ്. जहाँ जहाँ पर मैं चल रही हूँ ना, ഞാൻ എവിടൊക്കെ പോകുന്നു उतना एरिया लाइट है. ആ അത്ര ഏരിയ ലൈറ്റ് ആണ്. अंधकार है ही नहीं. അവിടെ ഒട്ടും അന്ധകാരമില്ല. जैसे जैसे
मैं आगे बढ़ते जा रही हूँ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു उतना एरिया लाइट होते जा रहा है प्रियो हम जहाँ पर है ना वहाँ पर अंधकार का स्थान नहीं है ഒരു സ്ഥാനവുമില്ല ये कोरिन्थियंस के किताब में लिखे रखा അവിടെ हुआ है കൊരിന്ത്യർ ലേഖനത്തിൽ उधर എഴുതിയിട്ടുണ്ട് पौलुस पूछता है कि अंधकार को उजाले से क्या संबंध അവിടെ है അവിടെ പൗലോസ് എഴുതിയിരിക്കുന്ന അന്ധകാരത്തിന്റെ വെളിച്ചത്തോട് എന്താണ് ബന്ധം लाइट ऑफ ऑन करेंगे तो अंधकार अपने आप डिसअपियर हो जाता നമ്മൾ है ലൈറ്റ് ഓൺ ചെയ്യുമ്പോൾ ഓൾറെഡി ലൈറ്റ് അന്ധകാരം അവിടുന്ന് आप ഓടിപ്പോവുകയാണ് इमेजिन करो हमारा चारों ओर अंधेरा है सब कुछ सही है चलेगा സങ്കല്പിക്കുക നമ്മുടെ ഫുൾ അറൗണ്ട് ഇങ്ങനെ ഡാർക്ക്നെസ് ആണ് लेकिन जहाँ जहाँ आप चल रहे हो उतना एरिया सर्कल आपका उजियाला है പക്ഷെ നമ്മൾ നടന്നു പോകുമ്പോൾ അവിടെ ഒക്കെ ഇങ്ങനെ വെളിച്ചമാണ് तो परमेश्वर ने कहा मुझसे पूछा मेरे को परमेश्वर ने അപ്പം കർത്താവ് എന്നോട് ചോദിക്കുകയുണ്ടായി मैं परमेश्वर सिर्फ मुझे ही जाना है कि क्या है मुझे सब क्यों दिखा रहे हैं അപ്പൊ കർത്താവിനോട് ഞാൻ ചോദിച്ചു കർത്താവ് എനിക്ക് തന്നെയാണ് അവിടെ നടന്നു പോകേണ്ടത് परमेश्वर ने बोला ना अंधकार में जाने से सिर्फ एक ही ग्रुप के लोग डरते हैं लाइव जा रहे हैं आई एम सो सॉरी കർത്താവ് നമ്മളോട് പറഞ്ഞല്ലോ ഒരാൾ മാത്രമേ അന്ധകാരത്തിൽ പോകാൻ പേടിയുള്ളൂ वालों को ही जाने में डर लगता है जो मसीही लोग हैं ना उन लोग बोलते हैं उन लोग बोलते हैं परमेश्वर मेरे रास्ते को उजियाला बना मैं फिर से अब रखूंगा നമ്മളിങ്ങനെ നമ്മൾ പറയാം ഒരു ക്രിസ്ത്യാനികൾ കർത്താവെ എൻ്റെ ഡാർക്ക്നെസ് എൻ്റെ പാത്തിന് ലൈറ്റ് കൊടുക്കുക എന്നാ ഞാൻ അവിടെ പോകാം मेरा रास्ता मुझे बता कर दे मैं फिर पैर रखूंगा ഞാൻ പോകുന്ന വഴി എന്നെ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവിടെ मुझे अभी कुछ പോകും. नहीं दिख रहा है अंधारा है परमेश्वर ഇപ്പൊ എനിക്ക് ഒന്നും കാണുന്നില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല तो मैं अंधेरे में पैर नहीं रख सकता അവിടെ എനിക്ക് ആ ഡാർക്ക്നെസ്സിൽ കാല് വെക്കാൻ प्रियो സാധിക്കില്ല परमेश्वर ने हमें इसलिए उजाला बनाकर रखा है കർത്താവ് നമ്മളെ എന്തിനാണ് ലൈറ്റ് ആക്കി कि വെച്ചത് हम उस अंधेरे में प्रवेश करें താക്കി നമ്മൾ ആ ഡാർക്ക്നെസ്സിൽ പ്രവേശിക്കുക एफिसियंस की किताब एक और ऐसा वचन है എഫിഷ്യൻസിൽ ഇങ്ങനെ ഒരു വചനം കൂടെ कि ഉണ്ട് परमेश्वर का जो परिज्ञान है गॉड्स विजडम जो है കർത്താവിന്റെ ആ പരിജ്ഞാനം इस अंधकार की मंडली को ഈ അന്ധകാരത്തിന്റെ जो മണ്ഡലത്തെ हेवनली प्लेसेस पर है ആ ആകാശ വിധാനങ്ങളിൽ ഇരിക്കുന്നത് उनको कलीसिया ही है जो प्रकट करवा के देती ആ है അത് ചർച്ചാണ് അത് പ്രകടമായി കാണിക്കുന്നത് अगर മാനിഫെസ്റ്റ് हम ചെയ്യുന്നത് अंधेरे से डरेंगे तो അതോ നമ്മള് ഡാർക്ക്നെസ്സിനെ പേടിച്ചാൽ अंधेरे का थिकनेस बढ़ता जाएगा ആ അന്ധകാരത്തിന്റെ തിക്നെസ് കൂടിക്കൊണ്ടിരിക്കും प्रियो अगर हम अंधेरे में प्रवेश किए तो നമ്മൾ അന്ധകാരത്തിൽ हमारी പ്രവേശിച്ചാൽ उजाला कम नहीं होगा നമ്മുടെ ജ്യോതി കുറഞ്ഞു പോകത്തില്ല हमारी उजाला कम नहीं होगा നമ്മുടെ ജ്യോതി കുറഞ്ഞു പോകത്തില്ല ये शक्ति बढ़ती रहती है ഈ ശക്തി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും चैप्टर 1 में कहा है कि ये शक्ति बढ़ती रहती है നമ്മൾ എഫിഷ്യൻസിൽ 1 വായിക്കുന്നത് ഈ ശക്തി കൂടിക്കൊണ്ടിരിക്കുക शैतान आपको आकर बोलता है कि आप कमजोर हो रहे हो പിശാച് നമ്മളോട് പറയും നമ്മൾ വീക്ക് शैतान ആയിക്കൊണ്ടിരിക്കുകയാണ് बोलते कि अरे ये परेशानी आ गई तुमने कल प्रार्थना नहीं किया तो कमजोर हो गया ശത്രു നമ്മളോട് വന്ന് പറയും നിങ്ങൾ ഇന്നലെ പ്രാർത്ഥിച്ചില്ല നിങ്ങൾ വീക്ക് ആയി പോയി परमेश्वर बोलते नहीं बेटा तू आके बैठ मैं तुझे वापस शक्ति देने को तैयार കർത്താവ് हूं നമ്മളോട് പറയുന്നത് വാ ഇരിക്കുക ഞാൻ നിങ്ങളെ പിന്നെയും ये ശക്തീകരിക്കും आत्मा की शक्ति बढ़ती रहती है അങ്ങനെയാണ് ആത്മാവിന്റെ ശക്തി भजन കൂടിക്കൊണ്ടിരിക്കുന്നത് संहिता में एक आयत है അങ്ങനെ സാംസിൽ ഒരു വേഴ്സ് ഉണ്ട് मिनिस्टर्स जो परमेश्वर के सेवक लोग हैं കർത്താവിന്റെ സേവകന്മാർ फ्लेम्स ऑफ फायर है അവർ അഗ്നിയാണ് वे अग्नि है അവർ അഗ്നിയാണ് हमारी ज्योति एक नॉर्मल लाइट या एक एलईडी बल्ब का या कोई लाइट हैलोजन बल्ब का लाइट नहीं है നമ്മുടെ അകത്തു നിന്ന് വരുന്ന പ്രകാശം ഈ ചെറിയ ട്യൂബ് ലൈറ്റിൽ നിന്ന് വരുന്ന പ്രകാശം മാതിരി അല്ല हमारी अग्नि का लाइट है നമ്മുടെ ഇങ്ങനെ അഗ്നിയുടെ ലൈറ്റ് ആണ് पवित्र आत्मा की अग्नि है ഈ പവിത്രാത്മാ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാണ് हम स्वर्गीय स्थानों पर बैठे हैं നമ്മൾ സ്വർഗീയ സ്ഥാനങ്ങളിലാണ് और वहाँ ഇരിക്കപ്പെട്ടിരിക്കുന്നത് पिता के पास बैठे सोचो पिता का थोड़ा सा भी लाइट लगे तो हमारे पर कितना इन्फ्लुएंस हो सकता है നമ്മൾ അവിടെ പിതാവിന്റെ കൂടെയാണ് ഇരിക്കുന്നത് അവിടെ നമ്മൾ ഇരിക്കുമ്പോൾ പിതാവിന്റെ ലൈറ്റ് നമ്മുടെ അകത്ത് വരുമ്പോ എത്ര വലിയ ലൈറ്റ് हम ആണ് उस महिमा में बैठे हैं ആ മഹത്വത്തിലാണ് ഇരിക്കുന്നത് हमारा क्या काम है നമ്മുടെ പണി എന്തുവാണ് हमें इस अंधकार के ऊपर शासन करना है ഈ അന്ധകാരത്തിന്റെ മേളിൽ നമ്മൾ റൂൾ ചെയ്യണം कितने लोग बोलने को तैयार है എത്ര പേര് ഇത് പറയാൻ റെഡിയാണ് मैं इस अंधकार की मंडली के ऊपर मैं शासन करूंगा ഈ അന്ധകാര മണ്ഡലത്തിന്റെ മേൽ ഞാൻ റൂൾ ചെയ്യും मैं शासन ഞാൻ करूंगा। റൂൾ ചെയ്യും ഞാൻ റൂൾ क्योंकि ചെയ്യും वो अधिकार जिसको दिया वो यीशु मसीह ആ അധികാരം യേശുക്രിസ്തു ആർക്കൊക്കെ मेरे തന്നിരിക്കുന്നു अंदर है അത് എന്റെ मैं അകത്തുണ്ട് यीशु के अंदर हूँ ഞാൻ യേശുക്രിസ്തുവിന്റെ അകത്താണ് मैं जहाँ जहाँ पे जाऊंगी वहाँ पे उजियाला ഞാൻ എവിടൊക്കെ പോകുന്നു അവിടൊക്കെ പ്രകാശം मैं जो कहूंगी वो संभव होगा ഞാൻ പറയുന്നത് സാധിക്കും क्योंकि मेरा जुबान यीशु का जुबान है क्योंकि എന്റെ നാവ് യേശുവിന്റെ നാവാണ് अगर मैं जो कहूंगा वो वहाँ पर होगा ഞാൻ പറയുന്നത് സാധിക്കുമ്പോൾ प्रियो हमारा ये न्यू सीजन है ഇത് നമ്മുടെ ഒരു പുതിയ സീസൺ ആണ് पास्टर बहुत प्रचार कर एक्सपेंशन के
बारे में। പാസ്റ്റർ വളരെയധികം ഇങ്ങനെ പ്രീച്ചുമാണ് എക്സ്പാൻഷനെ കുറിച്ച്. आज पास्टर के लास्ट मैसेज में हमें एक बहुत बड़ा असाइनमेंट देकर खत्म किया है। ഇങ്ങനെ പാസ്റ്റർ നമ്മൾക്ക് ഇന്ന് വലിയൊരു ഹോംവർക്ക് തന്നിട്ടാണ് വിട്ടിരിക്കുന്നത്. मुझे नहीं पता आप लोग कितने लोगों ने इसे रिसीव किया होगा। നിങ്ങൾ എത്ര പേര് അത് റിസീവ് ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ റിസീവ് ചെയ്തു. क्या था वो असाइनमेंट? അതെന്തുവായിരുന്നു ഹോംവർക്ക്? ആർക്കിലോ ഓർമ്മയുണ്ട്? हाँ, परमेश्वर पक्ष में है, ठीक है। यहोवा शम्मा, यहोवा हमारे साथ, वो सब बोलने में बहुत मजा आता है हम लोगों को। यहोवा हमारे पक्ष में है, यहोवा हमारे साथ है। लास्ट में एक असाइनमेंट देकर पास्टर ने खत्म किया है। ലാസ്റ്റിൽ ഒരു ഹോംവർക്ക് തന്നാണ് അവസാനിപ്പിച്ചത്. एक टास्क, ഒരു ടാസ്ക്. 10 किलोमीटर रेडियस अपना है। 10 കിലോമീറ്റർ റേഡിയസ് നമ്മുടേതാണ്. उसके बाद पास्टर ने एक और चीज कहा था। അത് കഴിഞ്ഞ് പാസ്റ്റർ ഒരു കാര്യം കൂടെ പറഞ്ഞു. आमेन, स्तोत्रम। हाँ, उसके बाहर का एरिया, അതിന്റെ വെളിയിലത്തെ ആ റേഡിയസിന്റെ വെള്ള वो ഏരിയ, खेत ആ ഫീൽഡ് हमें बीज बोने के लिए നമ്മള് അവിടെ സീഡ് സോ ചെയ്യാൻ खाली पड़ा है। അങ്ങനെ അത് എംപ്റ്റി ആയിട്ട് കിടക്കുവാണ്. प्रियो, वो है एक्सपेंशन। അതാണ് എക്സ്പാൻഷൻ. नहीं, सिर्फ वो है करके नहीं बोल रही हूँ, वो एक्सपेंशन का അത് भाग है। എക്സ്പാൻഷൻ ആണ്. वो एक्सपेंशन का भाग है। അത് എക്സ്പാൻഷന്റെ ഒരു तो ഭാഗമാണ്. परमेश्वर ने हमें क्यों वहां पर लेकर गया? കർത്താവ് എന്തിനാണ് നമ്മളെ അവിടെ मैंने കൊണ്ടുപോയിരിക്കുന്നത്? एक और दर्शन आपसे शेयर करना चाहती हूँ, तो आपको क्लियर हो जाए थोड़ा और। ഒരു ദർശനം കൂടെ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. एक लेयर परमेश्वर दिखाया मुझे, अंधकार की मंडली, ऐसा लेयर बाय लेयर है। ഈ അന്ധകാരത്തിന്റെ മണ്ണിൽ ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് ऐसा ഇരിക്കുന്നത്. ही स्पिरिचुअल की मंडली भी लेयर बाय लेयर है। അങ്ങനെ ലൈറ്റിന്റെ മണ്ഡലം അതുപോലെ തന്നെ ലെയർ अब ബൈ मुझे ലെയർ ആണ്. माफ करना, मैं कोई थियोलॉजी वगैरह कुछ नहीं प्रचार कर रही हूँ। എന്നോട് ക്ഷമിക്കുക, ഞാൻ വലിയ തിയോളജി പറയാനല്ല ഇവിടെ मैं നിൽക്കുന്നത്. जो मुझे दर्शन में देखी हुई मेरा पर्सनल विजन में शेयर कर रही हूँ। ഞാൻ ദർശനത്തിൽ കണ്ട എന്റെ പേഴ്സണൽ വിഷനാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ तो ആഗ്രഹിക്കുന്നത്. जब युद्ध, ये दोनों लेयर के बीच में युद्ध है, ഈ രണ്ട് ഭാഗമായിട്ട് ഒരു യുദ്ധമുണ്ട്. तो मैंने कहा हम अभी कहाँ पर प्रवेश कर रहे हैं? अंधकार की मंडली में। അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ട് നമ്മൾ അന്ധകാരത്തിന്റെ മണ്ഡലത്തിലേക്കാണ് तो പ്രവേശിക്കുന്നത്. जब वहाँ पे युद्ध करते ഞങ്ങൾ യുദ്ധം ചെയ്ത് वो പോകുമ്പോൾ लेयर बाय लेयर जब हम चढ़ते हैं, ആ ലെയർ ബൈ ലെയർ നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ पूरा एक बार अगर हमने उस अंधकार की मंडली को क्रॉस कर दिया ना, ആ അന്ധകാരത്തിന്റെ മണ്ഡലത്തെ കംപ്ലീറ്റ്ലി ക്രോസ് ചെയ്ത് वहाँ पे കഴിഞ്ഞ് हमको बहुत बड़ा स्वर्गीय मंडली दिखती है। അവിടെ നമുക്ക് വലിയൊരു സ്വർഗീയ മണ്ഡലമാണ് കാണുന്നത്. लाइट ही लाइट है। അവിടെ മാത്രം പ്രകാശമാണ്. वहाँ पर हमें परमेश्वर का असाइनमेंट्स ले सकते हैं। അവിടെ നമ്മൾ കർത്താവിന്റെ അസൈൻമെന്റ്സ് എടുക്കാൻ സാധിക്കും. परमेश्वर हमें भी टास्क देता है। അവിടെ കർത്താവ് നമുക്ക് ടാസ്ക് जब हम തരാറുണ്ട്. वहाँ पर खड़े हैं, അവിടെ നിൽക്കുമ്പോൾ तो परमेश्वर ने कहेगा, കർത്താവ് നമ്മളോട് പറയും, मुझसे कहा मैं आपसे बांटना चाहती എന്നോട് हूँ। പറഞ്ഞ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നു. परमेश्वर, बेटा तू चढ़ के तू ऊपर आ गई ना। എന്നോട് പറഞ്ഞു, മകളെ നീ മണ്ടയ്ക്ക് വന്നല്ലോ. युद्ध करते एक पोर्टल ओपन हो चुका है। एक ऐसा परमेश्वर ने मुझे दिखाया, ऐसे पाइप की तरह एक ऐसा ओपन है उस अंधकार की मंडली के बीच में। അങ്ങനെ യുദ്ധം ചെയ്ത് ഒരു പോർട്ടലിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുക. अब मुझे यहाँ पर क्या करना है? ഇവിടെ എനിക്ക് എന്തോ ചെയ്യേണ്ടിയേ? मैंने आपसे कहा हम शासन करना है। ഞാൻ പറഞ്ഞോട്ട് നമുക്ക് റൂൾ ചെയ്യാണ് यीशु के ചെയ്യേണ്ടത്. नाम का अधिकार हमारे पास है। യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ അധികാരം നമ്മുടെ കൂടെ ഉണ്ട്. एक राज्य जब परमेश्वर हमें सौंपता है, ഒരു രാജ്യം നമുക്ക് ഏൽപ്പിക്കുമ്പോൾ, सपोज ये घर अभी आपका है तो आपका ही शासन चलता है घर ഒരു के വീട് अंदर। നമ്മുടെ ആണെങ്കിൽ ആ വീട്ടിലെ റൂൾസ് നമ്മുടെയാണ്. अगर ये सोसाइटी हमें सौंपा होगा तो ये सोसाइटी हम राज्य ഈ करेंगे। സൊസൈറ്റി നമുക്ക് തന്നിരിക്കും, ഇവിടെ നമ്മൾ റൂൾ ചെയ്യും. तो एक देश जब हमें मिलती है तो वो देश में हमें शासन करना है। ഒരു ദേശം നമുക്ക് ലഭിച്ചാൽ അവിടെ നമ്മളാണ് റൂൾ तो ചെയ്യേണ്ടത്. इस अंधकार की मंडली में से जब हमने एक पोर्टल ओपन किया, ഈ അന്ധകാരത്തിന്റെ മണ്ഡലത്തിൽ നമ്മുടെ ഒരു പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ तो परमेश्वर कहेगा, കർത്താവ് നമ്മളോട് പറയും, बेटा तू यहाँ खड़े होके जरा देख, മകനെ നീ ഇവിടെ നിന്നൊന്ന് നോക്കുക. कितने लोग अंधकार में पड़े हुए हैं। എത്രയോ പേര് അന്ധകാരത്തിലാണ്. उन लोग ऊपर नहीं आ पा रहे हैं। അവര് മണ്ടയ്ക്കോട്ട് കയറി വരാൻ उन സാധിക്കുന്നില്ല. लोग पाप में पड़े हुए हैं। അവര് പാപത്തിലാണ്. उन लोग परेशानी में पड़े അവർ हुए हैं। വളരെ കഷ്ടതയിലാണ്. उन लोग समस्या में पड़े हुए അവർ हैं। വളരെ അധികം ട്രബിൾസിലാണ്. उन लोग लत में पड़े हुए हैं। അവർ അഡിക്ഷൻസിലാണ്. वैसे हर प्रकार की दुनिया में फंसे हुए हैं। അങ്ങനെ പല കാര്യങ്ങൾ അവർ അകപ്പെട്ടിരിക്കുവാണ്. परमेश्वर आपसे कहेगा, കർത്താവ് നിങ്ങളോട് परमेश्वर പറയാണ്, ने मुझसे कहा, എന്നോട് പറഞ്ഞു, तू वहां से एक एक को पकड़। നീ അവിടുന്ന് ഓരോ ആൾക്കാരെ പിടിക്കുക. आप सुन रहे हो मुझे? നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? आप परमेश्वर ने बोला कि तू उनके लिए पोर्टल ओपन करके दे, നീ അവർക്ക് വേണ്ടി പോർട്ടൽസ് ഓപ്പൺ ചെയ്ത് तब उन കൊടുക്കുക. लोग भी चढ़ के आएंगे। അതുപോലെ അവരും പ്രവേശിക്കും. प्रियो, कितने लोग दूसरों के लिए ऐसे रास्ता बनने के लिए चाहते हो? എത്രയോ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വേ ആയിട്ട് മാറാൻ റെഡിയാ. मैंने स्ट्रगल किया, जरूरी नहीं है कि मेरा अगला पीढ़ी वो स्ट्रगल करे। ഞാൻ സ്ട്രഗിൾ ചെയ്ത പോലെ എന്റെ നെക്സ്റ്റ് ജനറേഷൻ സ്ട്രഗിൾ ചെയ്യണം ആവശ്യമില്ല. अगर हम उनके लिए एक पोर्टल खोल कर देंगे, നമ്മൾ അവർക്ക് വേണ്ടി ഒരു വഴി തുറന്നു കൊടുത്താൽ, हम उन्हें वहां से छुड़ाकर ऊपर की पोजीशन നമ്മൾ में खड़ा कराएंगे। നമ്മൾ അവരെ വിടുവിച്ച് ആ പൊസിഷനിൽ നിർത്തിയാൽ, मैं मेरे पास से खड़ा करा दूं, അത് എന്റെ കൂടെ അവരെ നിർത്തിയാൽ, उनको इजी हो गया एक स्टेप।
ഒരു സ്റ്റെപ്പ് അവർക്ക് ഈസിയായി മാറും. क्योंकि मुझे आने में बहुत दिक्कत लगा यहाँ से यहाँ तक. എനിക്ക് ഇവിടം വരെ പ്രവേശിക്കാൻ വളരെ കഷ്ടതയായിരുന്നു. अगली पीढ़ी को अगर मैं उठा के मेरे पास रख പക്ഷെ നെക്സ്റ്റ് ജനറേഷനെ ഞാൻ പിടിച്ചു കയറ്റിയാൽ एक लेवल इजी क्रॉस कर लिया, അവരുടെ ആ ഒരു ലെവൽ അവർക്ക് ഈസിയായി वो മാറും. अगला कदम अगले लेवल पे चढ़ेंगे. അവർ നെക്സ്റ്റ് ലെവലിൽ കയറും. प्रियो, हम ऐसा कितनों को हम छुड़ाने को तैयार है. എത്ര പേര് നമ്മൾ വിടുവിക്കാൻ റെഡിയാണ്. यही समझ हमारे अंदर होने पाए ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ അകത്ത് വേണം. कि मेरा पोजीशन अभी लाइट में है, എന്റെ പൊസിഷൻ ലൈറ്റിലാണ്. मुझे अंधकार से मतलब नहीं. ये मतलब मुझे, मैं जहाँ पर हूँ वहाँ अंधकार नहीं. എനിക്ക് അന്ധകാരമായിട്ട് ഒരു കാര്യവും ഇല്ല. मैं जिधर हूँ वहाँ अंधकार नहीं. ഞാൻ ഉള്ളിടത്ത് അന്ധകാരമില്ല. ये समझ आपके अंदर अगर आ जाए, ആ അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ അകത്ത് आपका വന്നാൽ घर उजाला से भर നമ്മുടെ जाएगा. വീട് ലൈറ്റായി മാറും. आपके घर के एक व्यक्ति उजाला बन വീടിലെ जाएंगे. ഓരോ വ്യക്തികള് ഉജാലയായി ये മാറും, ലൈറ്റായി विश्वास മാറും. आपके अंदर आना ആ है. വിശ്വാസം നമ്മുടെ അകത്ത് വേണം. समझ आपके अंदर ആ आना है. അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ അകത്ത് വേണം. ये परिज्ञान है परमेश्वर की महिमा की उजियाला. ആ പരിജ്ഞാനമാണ് കർത്താവിന്റെ ലൈറ്റിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്. कोरिन्थियंस जाकर पढ़े, पहला कोरिन्थियंस में लिखा है हम नए नियम के सेवक हैं. ഫസ്റ്റ് കൊരിന്ത്യൻസിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ പുതിയ നിയമത്തിന്റെ We ശുശ്രൂഷക്കാരാണ്. are ministers of new covenant. നമ്മൾ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷക്കാരാണ്. नए नियम का सेवक मतलब हमारा पोजीशन, हम वहां से डील कर रहे हैं. അതിന്റെ അർത്ഥം നമ്മൾ ആ പൊസിഷനിൽ നിന്നാണ് ഡീൽ ചെയ്യുന്നത്. हमारा डीलिंग, हमारा रूलिंग, हमारा सेवकाई सब कहाँ से है? നമ്മുടെ മിനിസ്ട്രി, നമ്മുടെ സ്ഥാനമെല്ലാം എവിടുന്നാണ്? स्वर्गीय स्थानों से है. സ്വർഗീയ സ്ഥാനങ്ങളിൽ നിന്നാണ്. हमारी आत्मा की मंडली स्वर्गीय स्थानों पर നമ്മുടെ है. ആത്മാമണ്ഡലം സ്വർഗീയ സ്ഥാനത്തിലാണ്. ये आपके अंदर, ये आपकी बुद्धि खुलने पर, നിങ്ങളുടെ ബുദ്ധി തുറന്നു വരട്ടെ. ये परिज्ञान जब आपके अंदर आ ഈ जाएगी, പരിജ്ഞാനം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ तो हम वहाँ पर शासन करने അവിടെ നമ്മൾ लगेंगे. റൂൾ ചെയ്യാൻ തുടങ്ങും. वहाँ पर हम कुछ चीजों को अथॉरिटी से बुलाने लगेंगे. അവിടെ നമ്മൾ ചില കാര്യങ്ങളെ അധികാരത്തോട് വിളിക്കാൻ തുടങ്ങും. हम जो कहेंगे वही होगा. നമ്മൾ പറയുന്നത് സാധിക്കും. ऐसा एक न्यू सीजन पर हम प्रवेश करेंगे. പുതിയ ഒരു ഋതുവിലേക്കാണ് നമ്മൾ हम किसी കടന്നു को പോകുന്നത്. खींच कर निकालेंगे. നമ്മൾ ചിലരെ കയറ്റും. वैसा परमेश्वर के राज्य की बढ़ोतरी के लिए हम मेहनत അതിന് करेंगे. കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നമുക്ക് वचन പ്രവർത്തിക്കാം. कहते हैं कि अंधकार तुझे डुबा कर नहीं रख सकती. ആ വചനം പറയുന്നു അന്ധകാരം നമ്മളെ ഒരിക്കലും കീഴടക്കത്തില്ല. आप जानते हो कि सबसे अधिक प्रॉब्लम से गया वो व्यक्ति है इय्योब. നമുക്കറിയാം जो- യോബ് വളരെയധികം പ്രശ്നത്തിൽ കൂടെ കടന്നുപോയ अय्यूब के किताब में लिख कर रखा है, യോബിന്റെ പുസ്തകത്തിൽ എഴുതി darkness cannot silence you. അന്ധകാരം നിന്നെ മിണ്ടാതിരിക്കാൻ अंधकार സാധിക്കില്ല. तुझे शांत नहीं करवा सकती. അന്ധകാരം നിങ്ങളെ സൈലൻസ് ചെയ്യാൻ देखो, സാധിക്കില്ല. मैं बोलने का मतलब शैतान आके हमें धमकी दे सकता है, डरा सकता है, ശത്രു നമ്മളെ ഒരു പക്ഷേ ഇങ്ങനെ പേടിപ്പിക്കാൻ ശ്രമിക്കുമായിരിക്കും. लेकिन अगर हमारा ये परिज्ञान हमारे अंदर है कि हम कौन है, പക്ഷെ ഈ പരിജ്ഞാനം നമ്മുടെ അകത്ത് കേറി കഴിഞ്ഞാൽ अगर हम कहाँ पर खड़े हैं, നമ്മൾ എവിടാണ് मेरा നിൽക്കുന്നത്, क्या पोजीशन है, मेरा position मैं എന്താണ്? कहाँ से खड़े होकर ഞാൻ शासन എവിടെ कर रहा हूँ. നിന്നാണ് റൂൾ ചെയ്യുന്നത്, मेरा यीशु मसीह जो मेरे अंदर है, എന്റെ അകത്ത് ഈ പ്രവേശിക്കുന്ന യേശു ക്രിസ്തു उसने इस शैतान को हरा चुका है. ഈ ശത്രുവിനെ ഓൾറെഡി ये തോപ്പിച്ചിരിക്കുകയാണ്. हारा हुआ शैतान है. ഈ ശത്രു തോറ്റവനാണ്. जब हम आत्मिक युद्ध करने जाते हैं, ആത്മാവിൽ യുദ്ധം ചെയ്യുമ്പോൾ आत्मा की मंडली का युद्ध यही है प्रियो. ആത്മാവിന്റെ മണ്ഡലത്തെ യുദ്ധം ഇതാണ്. जो अंधकार ने छुपा कर रखा है, അന്ധകാരത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നു. जो अंधकार के अंदर फंसा हुआ है, അന്ധകാരത്തിൽ ഇങ്ങനെ मैं उजियाला बनकर ഞാൻ വെളിച്ചമായി उसे बजाकर ढूंढ कर लाऊंगा. അതിനെ തേടി ഞാൻ വരണം. मैं उजियाला जहाँ पर है वहाँ पर मैनिफेस्टेशन होता है. എവിടാണ് ഉജിയാല അല്ലെങ്കിൽ ലൈറ്റ് ഉള്ള അവിടെ മാനിഫെസ്റ്റേഷൻ जहाँ पर उजियाला है वहाँ पर चीजें दिखने लगती है. വെളിച്ചമുള്ളിടത്ത് പല കാര്യങ്ങൾ കാണാൻ തുടങ്ങും. वहाँ पर कुछ छुप नहीं सकती. അവിടെ ഒന്നിനും ഒളിക്കാൻ സാധിക്കത്തില്ല. आपको पता है, अभी हम जब ओडिशा में गए थे, मैं सबसे एक लेटेस्ट गवाही बोलकर मैं बैठना चाहती हूँ. ഒരു ഇപ്പോൾ നടന്ന ഒരു ടെസ്റ്റിമണി പറഞ്ഞ് ഇരിക്കാൻ റെഡിയാണ്. ठीक है, तो अभी जब हम ओडिशा में गए थे, ഒറീസയിൽ പോയപ്പോൾ हमने जो भी 1000 आवर में कलीसिया के लिए प्राप्त किया, सारा हम एक एक चर्चेस में जहाँ जहाँ जा रहे वहाँ पर हम अप्लाई करके प्रार्थना कर रहे थे. 1000 പ്രയറിൽ പ്രാപിച്ച ഓരോ കാര്യങ്ങൾ ആ ചർച്ചസിൽ പോയിട്ട് ഞങ്ങൾ പറയാൻ തുടങ്ങി. उस देश में, उस कलीसिया में हम रिलीज करते थे. ആ ദേശത്തിൽ ആ ചർച്ചിൽ ചെന്ന് അവിടുത്തെ റിലീസ് ചെയ്യുമായിരുന്നു. वहाँ के बहुत सारे बच्चे छुड़ाए गए, बहुत डिलीवरेंसेस हुआ. അവിടെ പല കുഞ്ഞുങ്ങൾ അവിടെ വിടുവിക്കപ്പെട്ടു. सब पवित्र आत्मा ने किया है, എല്ലാം പരിശുദ്ധാത്മാവാണ് हमने ചെയ്തിരിക്കുന്നത്. कुछ नहीं किया. ഞങ്ങളായിട്ടൊന്നും हम केवल ചെയ്തിട്ടില്ല. एक डमी की तरह है. നമ്മൾ മാത്രം ഒരു പാവക്കുട്ടി आपको മാതിരിയാണ്. पता है, यीशु मसीह ने भी कहा है യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, कि मैं कुछ नहीं कर रहा हूँ, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, पिता मेरे अंदर कर रहा है. പിതാവ് എന്റെ ത്രൂ ചെയ്യുവാണ്. पिता की इच्छा मेरे अंदर हो रही है. പിതാവിന്റെ ഇച്ഛ എന്റെ ത്രൂ तो जो भी अद्भुत काम यीशु के द्वारा इस संसार पर हुआ था, യേശുക്രിസ്തുവിൽ കൂടെ നടന്ന पिता എല്ലാ कर रहा കാര്യങ്ങളും था. പിതാവായിരുന്നു तो ചെയ്തോണ്ടിരുന്നത്. हमारे जीवन में भी നമ്മുടെ हम ജീവിതത്തിലും एक डमी के समान अगर खड़े रहने को तैयार है, നമ്മളൊരു പാവക്കുട്ടി മാതിരി നിൽക്കാൻ റെഡിയാണെങ്കിൽ, हम एक ग्लव्स की तरह
होने को तैयार है നമ്മൾ ഒരു കയ്യിലിടുന്ന ഒരു ഗ്ലൗസ് മാതിരിയാണെങ്കിൽ तो हमारे अंदर का जो पवित्र आत्मा है നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് पवित्र आत्मा काम करती है, പരിശുദ്ധാത്മാവാണ് അവിടെ हम പ്രവർത്തിക്കുന്നത്. नहीं करते हैं. നമ്മളല്ല ചെയ്യുന്നത്. हमारे हाथ पवित्र आत्मा के हाथ बन जाते हैं, നമ്മുടെ കൈ പരിശുദ്ധാത്മാവിന്റെ കൈയായി हमारे മാറും. पाँव पवित्र आत्मा के पैर बन जाते നമ്മുടെ हैं, കാല് പരിശുദ്ധാത്മാവിന്റെ हमारे കാല്. सोच विचार पवित्र आत्मा के सोच विचार बन നമ്മുടെ जाते हैं. ചിന്തകള് പരിശുദ്ധാത്മാവിന്റെ ചിന്തകള്. तो जब हम ओडिशा में थे, मैंने कहा कि परमेश्वर ने पवित्र आत्मा ने बहुत सारे काम किए. ഞാൻ പറഞ്ഞുകൊണ്ട് ഒറീസയിലായിരുന്നപ്പോ അവിടെ പരിശുദ്ധാത്മ വളരെയധികം കാര്യങ്ങൾ ചെയ്തു. तो लास्ट का जो एंडिंग प्रेयर था, मैंने रिंकी से शेयर किया था इस बार, लास्ट के एंडिंग प्रेयर के टाइम पे അവിടുത്തെ അവസാനത്തെ പ്രേയറില് मैंने पहली बार एक ऐसा देखा है, ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഇങ്ങനെ കണ്ടതാണ്. एक बहुत बड़ा सा सांप ഒരു വലിയൊരു പാമ്പ് ऐसा फैन फैलाते हुए, फैन बोलते हैं ना उसको, അവന്റെ പത്തി ഇങ്ങനെ വിടർത്തി. मैंने ऐसा इतना बड़ा कभी देखा नहीं है. ഇത്രയും വലിയൊരു സർപ്പത്തെ ഒരിക്കലും കണ്ടിട്ടില്ല. मैं नॉर्मली सांप को इमेज में भी देखूंगी तो मैं डरती हूँ. അങ്ങനെ ഫോട്ടോയിൽ ഒരു പാമ്പിനെ കണ്ട എനിക്ക് പേടിയാണ്. मैं एक बात और इसके बीच में बोलती हूँ, ഒരു കാര്യം ഞാൻ എന്റെ മധ്യത്തിൽ अगर പറയാം. हमारे जीवन में कोई वीकनेस है ना, നമ്മുടെ ജീവിതത്തിൽ जैसे मैंने अभी दो चीज कहा, एक मैंने अंधेरे से वाला कहा, दूसरे सांप वाला मैं कह रही हूँ. ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് ഇരുട്ടിനോട് പേടിയാണ്, സർപ്പത്തിനോട് പേടിയാണ്. किसी भी चीज में अगर हमारी वीकनेस, हम किसी से डरते या कुछ वीकनेस हमारे अंदर है सपोज, എങ്ങനെയും ഒരു ചെറിയ കംസോറി നമ്മുടെ तो അകത്തുണ്ടെങ്കിൽ आप इस बात को पक्का कर लेना ഇങ്ങനെ നിങ്ങൾ ഉറപ്പിക്കുക, कि उसी एरिया में परमेश्वर आपको सामर्थ्य तौर से इस्तेमाल करेगा. ആ ഏരിയയിലാണ് കർത്താവ് നമ്മളെ ശക്തിയോട് ഉപയോഗിക്കുന്നത്. मेरी बहुत गवाही है ऐसा, लेकिन अभी नहीं बोल रही हूँ. ഇങ്ങനത്തെ വളരെയധികം ടെസ്റ്റിമണീസ് ഉണ്ട് എന്റെ കയ്യില്. तो लास्ट में वो जो मैंने देखा, उस लास्ट प्रेयर हम कंक्लूडिंग पर हम हाथ पकड़ के प्रेयर कर रहे थे, ആ ലാസ്റ്റ് പേരിൽ കൈ പിടിച്ച് तो ऐसे പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ उसने आके मुझसे ऐसे मेरे सामने आया ആ दर्शन में. സർപ്പ ദർശനത്തിൽ കൂടെ എന്റെ മുന്നിൽ വന്നു. मैंने पूछा क्या, അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്. वो बोला दिखाता हूँ. അന്ന് പറഞ്ഞു ഞാൻ കാണിച്ചു തരാം. बोले कि तू दिखा. അപ്പൊ ഞാൻ പറഞ്ഞു കാണിച്ച. मुझे बिल्कुल डर नहीं लगा. അന്നേരം എനിക്ക് ഒട്ടും जब ഭീതിയില്ലായിരുന്നു. पवित्र आत्मा हमारे अंदर है, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തുണ്ടെങ്കിൽ, परमेश्वर के द्वारा कोई चीज हम देखते हैं, കർത്താവിൽ കൂടെ നമ്മൾ ചില കാര്യങ്ങൾ हमें കാണുമ്പോൾ डर बिल्कुल नहीं നമുക്ക് लगता. ഒട്ടും ഭീതി വരത്തില്ല. एक दर्शन अगर हमने देखा ना, അങ്ങനത്തെ ഒരു ദർശനം കണ്ടു കഴിഞ്ഞാൽ परमेश्वर की ओर से हमें मिलती है, കർത്താവിന്റെ സന്നിധിയിൽ വന്നത് कॉन्फिडेंस बढ़ जाता നമ്മുടെ है, കോൺഫിഡൻസ് വർദ്ധിച്ചു वो വരും. हमें डराती नहीं है. അത് നമ്മളെ ഭീതിപ്പെടുത്തത്തില്ല. अरे मैं सोच के नहीं बैठी, अरे वो आके मुझे ऐसा बोला, अब क्या होगा, अब क्या होगा, नहीं सोच आई मुझे. അങ്ങനെ എനിക്ക് ചിന്തിച്ചില്ല. ഇത് വന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഇനി എന്തോ ആകും. आपको मालूम है ना, जब पौलुस जेरूशलेम जाने का निर्णय लेके खड़ा था, പൗലോസ് ജെറുസലേമിൽ പോകാൻ നിർണയിച്ചപ്പോൾ अगबस नामक एक भविष्यवक्ता ने आकर അഗബസ് പേരുള്ള ഒരു ഭവിഷ്യത്ത് വക്ത അവിടെ വന്നു. पूरे डेमोन्स्ट्रेशन करके दिखाया അവിടെ വലിയൊരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു. कि तू अगर जेरूशलेम जाएगा तो क्या क्या होगा तेरे साथ. നീ ജെറുസലേമിൽ പോയാൽ എന്തോ സംഭവിക്കും. आपने पढ़ा होगा ना, पास ने भी कहा था, हाथ बांधा, पाँव बांधा, पूरा बांध के पूरा भविष्यवाणी करके दिया कि तू अगर जेरूशलेम पर गया तेरे साथ ऐसे ऐसे सब होने वाला है. ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു. നീ അവിടെ പോയാൽ നിന്റെ കൈ കെട്ടിപ്പെടും, നിന്റെ കാല് കെട്ടിപ്പെടും, എല്ലാം കാര്യങ്ങൾ പറഞ്ഞാണ് അവിടെ അയച്ചത്. लेकिन वो सुन के അത് കേട്ടിട്ട് पौलुस डरा नहीं. പൗലോസ് ഒട്ടും പേടിച്ചില്ല. जब परमेश्वर की वाणी हमारे सामने आती है, കർത്താവിന്റെ വചനം നമ്മുടെ മുന്നിൽ भले वो एक വരുമ്പോൾ वार्निंग भी क्यों ना हो, അതൊരു വാർണിംഗ് ആയിരിക്കാം, हमें डर नहीं लगती. നമുക്ക് പേടി വരത്തില്ല. पौलुस ने सब कुछ सुन लिया. പൗലോസ് എല്ലാം കേട്ടു. पौलुस को पता चला मेरा हाथ बांधा जाएगा. പൗലോസിന് മനസ്സിലായി എന്റെ കൈ पौलुस കെട്ടിപ്പെടും. को पता चला मेरा पाँव बांधा അവന് जाएगा. മനസ്സിലായി എന്റെ കാല് पौलुस കെട്ടപ്പെടും. को पता था मुझे बंदीगृह में डाला അവന് जाएगा. മനസ്സിലായി അവനെ ഒരു പക്ഷെ मेरा ജയിലിലിടും. सेवकाई बंदीगृह में डाल तो खत्म हो जाएगा शायद. ഒരു പക്ഷേ എന്റെ മിനിസ്ട്രി അവിടെ തീർന്നു പോകും. अगर मैं नहीं जाऊंगा तो अगर बंदीगृह से मैं बच जाऊंगा तो मैं ज्यादा सेवा कर सकता हूँ, ऐसा नहीं सोचा അവൻ वो. ഒരിക്കലും പക്ഷെ ചിന്തിച്ചില്ല ഞാൻ അവിടെ പോയി ജയിലിൽ കിടന്നാൽ എന്റെ മിനിസ്ട്രി തീർന്നു പോകും. उसने वही किया जो परमेश्वर ने उसे कहा. അവനോട് എന്തുവാണ് കർത്താവ് പരിശുദ്ധാത്മാവ് പറഞ്ഞു അത് മാത്രം ചെയ്തു. जब भविष्यवक्ता ने आकर ये सारी चीजें कहते ऐसा होगा वैसा होगा, वो सुनकर भी ആ പ്രവാചകൻ വന്ന് ഇത് ആകും അതാകും പറഞ്ഞിട്ടും वो और ज्यादा उसे मोटिवेट हुआ. അവൻ അതിൽ കൂടെ വളരെയധികം वो ശക്തി प्रिपेयर പ്രാപിച്ചു. हुआ, वो तैयार हुआ. അവൻ क्या ready तैयार? ആയി. उसकी यात्रा की तैयारियां बढ़ी उसकी. ഓ ഹല്ലേലൂയ. അവൻ അവന്റെ യാത്രയുടെ അവിടെ जब preparation परमेश्वर ചെയ്തു. हमें ऐसा कोई चीज दिखाता है, കർത്താവ് നമ്മളെ ചില കാര്യങ്ങൾ वो കാണിക്കുമ്പോൾ डरने के लिए नहीं അത് दिखाता है, പേടിപ്പിക്കുവാനല്ല, वो हमें पीछे हटने के लिए नहीं दिखाता पुरगे है. मार दिखवाना अरे ला. मैं जेरूशलेम नहीं जा सकता, ये सब होगा मेरे साथ बोलकर वो पीछे नहीं हटा. അയ്യോ ജെറുസലേമിൽ പോയി ഇത് സംഭവിക്കും ഞാൻ പോകത്തില്ല എന്ന് അവൻ പറഞ്ഞില്ല. उसने बोला ये सब होगा, परमेश्वर मुझे बता रहा है कि बेटा पौलुस तू रेडी रहे, ഇത് എന്നോട് കർത്താവ് കാണിക്കാന്ന് ജെറുസലേമിൽ പോയി ഇത് बेटा സംഭവിക്കും, तू तैयार रहे, റെഡി तेरा ആകാം. हाथ बांधा जाएगा, तू बुरा तू रोना मत. ഓ മകനെ നിന്റെ കൈ കെട്ടപ്പെടും നീ കരയല്ലേ, बेटा तेरा पाँव बांधा जाएगा, तू रोना मत. നിന്റെ കാല് കെട്ടപ്പെടും നീ പേടിക്കല്ലേ, तुझे बंदीगृह में खड़ा कराएंगे लेकिन तू वहाँ पर डरना मत. അവിടെ നിന്നെ ജയിലിലിടും പക്ഷെ നീ പേടിക്കല്ലേ. पर वहाँ पर सबसे बड़ा सेवकाई उसने उसको
उसके हाथों के बांध किते हुए किया है। അവന്റെ ഏറ്റവും വലിയ മിനിസ്ട്രി അവന്റെ കൈ जहाँ जहाँ पर वो रोम सरदार जहाँ जहाँ पर गया वहाँ खड़े होकर जितनी प्रजा इकट्ठा हुए थे सारी प्रजा के सामने यीशु मसीह के बारे में उसने कहा है। അവന് എത്ര വലിയ ക്രൗഡ് ആണെങ്കിലും അവരുടെ എല്ലാവരുടെ മുന്നിൽ റോമിൽ പോയിട്ടും അവൻ അവിടെ സുവിശേഷിച്ച് हर പറഞ്ഞു. जगह पर उसने फैरूसी सैदुकीस और जेंटाइल्स के बीच में उसने अपने यीशु का नाम को प्रीच गॉस्पेल सुसमाचार प्रचार किया है। ഫരിശന്മാരുടെ മുന്നിൽ സാദുക്യരുടെ മുന്നിൽ ജാതികളുടെ മുന്നിൽ അവൻ യേശുക്രിസ്തുവെ സുവിശേഷിച്ച് പറഞ്ഞു. प्रियो वैसा ही അവിടെ തന്നെ हमारे जीवन में भी हमें इस प्रकार का एक पर्सपेक्टिव के साथ हम बढ़ने लगे। നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്തയോട് കൂടെ നമുക്ക് हम മുന്നോട്ട് जाने പോകണം. मेरा पोजीशन कहाँ पर है। നമുക്ക് മനസ്സിലാകണം നമ്മുടെ സ്ഥാനം എവിടാണ്. अगर उतना आपको पता चल गया ना അങ്ങനെ നമുക്ക് മനസ്സിലായി तो आप വന്നാൽ शांत नहीं रह നമ്മൾ सकते। ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. हम डर कर नहीं बैठ सकते, हमें कोई दबा नहीं सकता। ആരും അമർത്തി ये वचन कहता है कि अंधकार तुझे दबा नहीं सकती। വചനമാണ് പറയുന്നത്, അന്ധകാരം നിങ്ങളെ അമർത്തത്തില്ല. Darkness cannot silence you। ഡാർക്ക്നെസ് നമ്മളെ ഒരിക്കലും മിണ്ടാതെ ആക്കത്തില്ല. प्रियो मेरा अगर इंडिविजुअली भी कहा तो मैं एक न्यू सीजन पर हूँ अभी। ഞാൻ എന്റെ ഒരു പേഴ്സണൽ രീതിയിൽ പറഞ്ഞാൽ ഞാൻ ഒരു പുതിയ കാലത്തിലാണ്. मेरा गवाही का एक नया सीजन पर है। എന്റെ ടെസ്റ്റിമണിയുടെ ഒരു പുതിയ സീസൺ ആണ്. अब भी पब्लिकली नहीं बोलना चाहती। ഞാൻ ഇപ്പൊ എല്ലാവരുടെ മുന്നിൽ പറയാൻ अब ആഗ്രഹിക്കുന്നു. मेरे कलीसिया कि मैं आपको ही पहले बताऊंगी, मैं आजादी में ही पहले बोलूंगी। എന്റെ ടെസ്റ്റിമണി ഈ സഭയിൽ തന്നെയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. वैसे अभी नहीं, लेकिन जब वक्त आएगा तो സമയം വരുമ്പോൾ ഞാൻ പറയും. ये जो भी मैंने आपसे कहा ना चुनौतियों ऐसे ऐसे होगा करके, ഞാൻ പറഞ്ഞ ഈ ചാലഞ്ചസ് ये ഒക്കെ വരുമല്ലോ. सारी चीजें मेरे साथ हुई। ഈ എല്ലാം കാര്യങ്ങൾ എന്റെ കൂടെ मैं अभी സംഭവിച്ചു. केरला में भी गई थी, यही प्रचार किया था ഈ കേരളത്തിൽ പോയി ഇത് തന്നെയാണ് ഞാൻ कि പ്രസംഗിച്ചത്. darkness cannot silence you। അന്ധകാരം നമ്മൾക്ക് അമർത്താൻ സാധിക്കില്ല. ये ऐसे मैंने प्रचार किया था, ഇങ്ങനെ ഞാൻ അവിടെ ചെന്ന് लेकिन പറഞ്ഞു. शैतान ने पूरी कोशिश की मुझे बिठाने का, ശത്രു കംപ്ലീറ്റ്ലി ട്രൈ ചെയ്തു എന്നെ ഇരുത്താൻ. पूरी कोशिश की। ഫുൾ ട്രൈ ചെയ്തു. लेकिन प्रियो जब तक पवित्र आत्मा मेरे साथ है, പരിശുദ്ധാത്മാവ് എന്റെ കൂടെ जब तक मैं ഉള്ളപ്പോൾ उजियाले में चल रही हूँ, ഞാൻ ജ്യോതിയിലാ भले നടക്കുന്നത്. सारी दुनिया के बोले तेरा हाथ पाँव बांधा जाएगा, ഒരു പക്ഷെ എല്ലാരും വന്ന് പറയും നിന്റെ കൈയും കാലും കെട്ടപ്പെടും. भले ही मैं चेन्स में अगर बड़ी भी खड़ी भी रहूंगी विद चेन्स, ഒരു പക്ഷെ ചെയിൻസ് ആയിട്ട് എന്നെ ബന്ധിച്ച് अगर വെച്ചാലും परमेश्वर ने कहा है कि तू जेंटाइल्स को सुसमाचार प्रचार करेगी കർത്താവ് പറയുന്നു നീ ജാതികളോട് സുവിശേഷം പറയൂ, तो मैं करूंगी। ഞാൻ ചെയ്യും. प्रियो आप लोग के साथ भी वैसा ही होगा, നിങ്ങളുടെ കൂടെ അത് സംഭവിക്കും. आपके साथ भी वैसा ही होगा। നിങ്ങളുടെ കൂടെ സംഭവിക്കും. हमारी कलीसिया का भी एक न्यू सीजन है ये, നമ്മുടെ ചർച്ചിന്റെ പുതിയ കാലമാണ്. हमारे एक्सपेंशन का न्यू सीजन है നമ്മുടെ ये। വളർച്ചയുടെ ഒരു കാലം. हमें इस खेत में निकलना पड़ेगा, ഈ ഫീൽഡിൽ നമുക്ക് ഇറങ്ങണം. हमें उजियाला बनकर जाना നമുക്ക് पड़ेगा, ജ്യോതിയായിട്ട് മുന്നോട്ട് हमें നീങ്ങണം. कलीसिया को प्रदर्शन करना पड़ेगा, നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. परमेश्वर की परिज्ञान हमें उनको देना पड़ेगा। കർത്താവിന്റെ പരിജ്ഞാനം അവർക്ക് പറഞ്ഞു अगर കൊടുക്കണം. परमेश्वर की परिज्ञान हमें उनको देना है तो കർത്താവിന്റെ പരിജ്ഞാനം എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ परमेश्वर ने जो हमें फ्री में दिया है ये चीज, കർത്താവ് ഫ്രീ ആയിട്ട് നമുക്ക് मुफ्त തന്നത്, में दिया है कलीसिया को, ഫ്രീ ആയിട്ട് क्या दिया? अथॉरिटी दिया है। ഫ്രീ ആയിട്ട് തന്നിരിക്കുന്ന അതോറിറ്റി, അധികാരം. यीशु के नाम हमारे पास है, जो सारे नामों में ऊंचा नाम है। കർത്താവിന്റെ നാമം നമ്മുടെ കൂടാണ്. എല്ലാം നാമത്തിന് മേലായ നാമം. वही यीशु मेरे अंदर है ആ സെയിം യേശുവാണ് എന്റെ ഉള്ളിൽ. और वही यीशु के अंदर मैं हूँ। ആ യേശുവിന്റെ ഉള്ളിൽ ഞാനും. और यीशु मसीह वापस दुनिया में उतर के आ नहीं सकता। യേശു ക്രിസ്തു പിന്നെയും ഇങ്ങനെ പണ്ടത്തെ കൂട്ട് ലോകത്തിൽ ഇറങ്ങി जब मैं വരികയില്ല. एक घर के अंदर प्रवेश करूंगी ആ ഒരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ तो मेरे अंदर ये परिज्ञान होना चाहिए എന്റെ അകത്ത് ഇങ്ങനത്തെ ഒരു പരിജ്ഞാനം कि ഉണ്ടായിരിക്കണം. यीशु मसीह उस घर के अंदर प्रवेश ആ किया है। യേശു ക്രിസ്തു ആ വീട്ടിൽ പ്രവേശിച്ചിരിക്കുകയാണ്. यीशु मसीह का प्रतिनिधि बनकर मैं जा रही हूँ യേശു उस घर ക്രിസ്തുവിന്റെ पे। റിപ്രസെന്റേറ്റീവ് तो ആയിട്ടാണ് ഞാൻ हमारे अंदर ये പോകുന്നത്. परिज्ञान होना ആ ഒരു चाहिए അണ്ടർസ്റ്റാൻഡിങ് എന്റെ ഉള്ളിൽ कि यीशु കാണാം. मसीह वहाँ पर क्या बात करेगा उस घर യേശു के ക്രിസ്തു अंदर। ആ വീട്ടിൽ എന്താണ് वो സംസാരിക്കാൻ gossiping ആഗ്രഹിക്കുന്നത്? करेगा क्या? അത് ഒക്കുവോ, वो സാധിക്കുമോ? gossiping करेगा क्या? ഓക്കെ, ഒരു പക്ഷെ ഒരു ആൾക്കാരെ കുറിച്ച് ഗോസിപ്പ് वो किसी ചെയ്യത്തില്ല. और की बुराई करेगा यीशु मसीह? ആരെ കുറിച്ച് ഒന്നും अगर നെഗറ്റീവ് यीशु പറയത്തില്ല. मसीह घर के अंदर प्रवेश किया है യേശു ക്രിസ്തു ഒരു വീട്ടിൽ तो यीशु പ്രവേശിച്ചാൽ मसीह सोचेगा कि इस घर की कमी क्या है, യേശു ക്രിസ്തു ചിന്തിക്കുക ഈ വീട്ടിലെ കുറവ് इस घर എന്തുവാണ്, की कमी क्या है, ഒരു വീട്ടിലെ കുറവ് मुझे उस എന്തുവാണ്, कमी को पूरा करके देना ആ കുറവ് है। എനിക്ക് നിറയ്ക്കണം. अगर हम भी एक घर के अंदर प्रवेश करेंगे, നമ്മൾ ഒരു വീട്ടിൽ अगर പ്രവേശിച്ചാൽ उस घर में शांति नहीं हो, ആ വീട്ടിൽ ഒരു പക്ഷെ ശാന്തി ഇല്ലായിരിക്കും. मुझे पता चलना चाहिए कि इस घर पे शांति की कमी है। എനിക്ക് മനസ്സിലാക്കണം ആ വീട്ടിൽ ശാന്തിക്ക് ഒരു मेरी കുറവുണ്ട്. जिम्मेदारी है कि मुझे उस घर के अंदर शांति देना എന്റെ है। റെസ്പോൺസിബിലിറ്റി ആ വീട്ടിൽ ശാന്തി കൊടുക്കണം. अगर मैं एक घर पे प्रवेश करूं, ഒരു വീട്ടിൽ अगर പ്രവേശിച്ചാൽ उस घर पे कोई कर्जदार पर ആ है, വീട്ടിൽ ആർക്കെങ്കിലും अगर उस घर पे कोई बीमार है, ആരെങ്കിലും രോഗിയാണ്, तो हम नहीं वहाँ पे काम कर रहे हैं, നമ്മളല്ല मैं പ്രവർത്തിക്കുന്നത്. नहीं वहाँ पे काम कर रही ഞാനല്ല हूँ। പ്രവർത്തിക്കുന്നത്. जो मेरा यीशु मसीह उस घर യേശു के अंदर ക്രിസ്തുവാണ് അവിടെ करना चाहता പ്രവേശിക്കുന്നത്. है, ഹല്ലേലൂയ. वो काम यीशु मसीह मेरे द्वारा ഹല്ലേലൂയ. करेगा। ആ ജോലി യേശു ക്രിസ്തു എന്നിൽ കൂടെ ये ചെയ്യും. परिज्ञान हमारे अंदर होने ആ पाए। പരിജ്ഞാനം എന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. इसके लिए हमें कुछ डॉक्टरेट या थियोलॉजी लेने का
परिज्ञान हमारे अंदर होने पाए, ഡോക്ടറേറ്റ് വലിയ പഠിത്തത്തിന്റെ ആവശ്യമില്ല. ये परिज्ञान हमारे अंदर होने पाए ആ പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ कि വരട്ടെ. यीशु मेरे अंदर, യേശു ക്രിസ്തു എന്റെ मैं ഉള്ളിൽ, यीशु के अंदर, ഞാൻ യേശു ക്രിസ്തുവിന്റെ मैं ഉള്ളിൽ, उजियाला हूँ, ഞാൻ ലൈറ്റ് ആണ്, मैं अग्नि हूँ, ഞാൻ ഒരു ഫ്ലെയിം मैं ആണ്, अग्नि हूँ। ഞാൻ അഗ്നിയാണ്. तो ये परिज्ञान जितना हम दिन प्रतिदिन हम उसे लेते जाएंगे ആ अंदर, പരിജ്ഞാനം ഓരോ ദിവസം हमारा പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ फ्लैश अपने आप कम होते जाएगा. നമ്മുടെ ജഡം കുറഞ്ഞുകൊണ്ടിരിക്കും. हम उल्टा करते हैं, നമ്മൾ ഉൾട്ടാണ് हम ചെയ്യുന്നത്. फ्लैश को दबाने की कोशिश करते रहते हैं, നമ്മൾ ഇങ്ങനെ നമ്മുടെ ജഡത്തെ ഇങ്ങനെ അമർത്താൻ ना നോക്കും. ये होता है ना वो होता है. ഇതും ആകത്തില്ല അതും लेकिन സാധിക്കത്തില്ല. हम इस महिमा के परिज्ञान को लेते रहेंगे, ഈ മഹത്വത്തിന്റെ പരിജ്ഞാനം എടുക്കുമ്പോൾ हम इस यीशु मसीह के स्वभाव को सीखते रहेंगे, യേശുക്രിസ്തുവിന്റെ സ്വഭാവം यीशु പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, मसीह के स्वभाव हम लेते रहेंगे अंदर, യേശുക്രിസ്തുവിന്റെ സ്വഭാവം वो പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ हमारा वो जीवन है, അത് ജീവനായി മാറും. वो यीशु मसीह जीवन है. യേശുക്രിസ്തു ജീവനാണ്. वो जीवन जब हमारे अंदर व्यापार ആ करेगा, ജീവൻ നമ്മുടെ അകത്ത് വ്യാപരിക്കുമ്പോൾ हमारी शारीरिक दशा अपने आप कम होते നമ്മുടെ जाएगी. ജഡം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. तो प्रियो हम युद्ध करने का तरीका जरा बदल दे, പ്രിയപ്പെട്ടവരെ, യുദ്ധം ചെയ്യുന്ന രീതി ഒന്ന് हम ചേഞ്ച് वचन ചെയ്യാം. पढ़ते रहे, ഇങ്ങനെ വചനം ഉസേ പഠിച്ചുകൊണ്ടിരിക്കുക, ഖാത്തെ രഹേ. അത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുക, उसे खाते रहे. അത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. वचन जीवित वचन ആ है, വചനം ജീവനുള്ള वो വചനമാണ്. देहधारी हुआ അത് മനുഷ്യരൂപം പ്രാപിച്ചു, और वो जीवन बन गया, അത് ജീവനായി वो വ്യാപരിച്ചു. जीवित हो गया, അത് ജീവനായി. वो जीवन उजियाला है, ആ ജീവൻ वो जीवन വെളിച്ചമാണ്. ही उजियाला ആ है, ജീവനാണ് और वो വെളിച്ചം. हम उस उजियाले में चल रहे ആ हैं. വെളിച്ചത്തിലാണ് നടക്കുന്നത്. आइए हम अपनी आंखें बंद कर थोड़ी देर प्रार्थना करें. കണ്ണടച്ച് പ്രാർത്ഥിക്കാം. लाइव बंद करना है तो कर सकते हैं, थोड़ा हम प्रार्थना करेंगे. ഹല്ലേലൂയ. हालेलुया. थोड़ा हम अपने आप भी बंद करें, हम ആ प्रार्थना ഹല്ലേലൂയ. കണ്ണടച്ച് പ്രാർത്ഥിക്കാം. करें. थोड़ी